ശിവാലി കുന്നുകളുടെ താഴ്വരയിൽ ഗംഗാ നദിയുടെ തീരത്ത് കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂഷ്ടമായ മണ്ണുള്ള പ്രദേശങ്ങളുണ്ട്. റായ്വാല, ഋഷികേശ്, ചിദ്രാവാല തുടങ്ങിയ ഗ്രാമങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രാമങ്ങൾ രാജാജി നാഷണൽ പാർക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. വർഷങ്ങളായി ഈ ഗ്രാമങ്ങൾക്ക് ഒരു ഭീഷണിയുണ്ട്. ഒറ്റയാനായ ഒരു കാട്ടാനയുടെ ഭീഷണി. രാത്രിയുടെ മറവിൽ അവൻ അവിടേക്ക് കടന്നു വരും. വലിയ ശരീരം, കൂറ്റൻ കാലുകൾ, നിലാവെളിച്ചത്തിൽ തിളങ്ങുന്ന അവന്റെ വെള്ളക്കൊമ്പുകളിൽ ഒരെണ്ണം കുടിഞ്ഞതാണ്. അവൻ വരുന്നത് ആരും അറിയില്ല. പക്ഷേ അവൻ വന്നു കഴിയുമ്പോൾ അവന്റെ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിയുവാൻ കഴിയും. കാവൽക്കാർ കെട്ടിയ മുൾവേലികൾക്കോ ഓടിച്ചുവിട്ട കന്നുകാലികൾക്കോ തിന്നാതെ ബാക്കി വെച്ച വിളകൾക്കോ അവന്റെ വഴി മുടക്കുവാൻ കഴിയില്ല. അവൻ അവിടേക്ക് എത്തുന്നത് വലിയ വിശപ്പുമായിട്ടാണ്. കരിമ്പിൻ തോട്ടങ്ങളും ചോളപ്പാടങ്ങളും നെല്ലറകളുമെല്ലാം അവന്റെ ലക്ഷ്യത്തിൽ ഒന്നായി മാറും. അതിൽ നിന്നും അവൻ പിന്മാറുക പോലുമില്ല. അങ്ങനെയുള്ള അവനെ അവിടുത്തെ ഗ്രാമീണർ വിളിച്ചു ടിപ്പു. മൈസൂരിലെ സുൽത്താൻ ടിപ്പുവിനെ പോലെ സ്വന്തം തട്ടകം വിട്ടുകൊടുക്കാതെ പോരാടുന്നവൻ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ടിപ്പു എന്ന ഒരാനയുടെ കഥയാണ്. ക്രിസ്റ്റി വില്യംസ് എഴുതിയ ടിപ്പു സുൽത്താൻ ഓഫ് ഷിവാലിക്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് ഇന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ കഥകൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമുക്ക് കാൺ ഗ്രാമത്തിലേക്ക് പോകാം. അവിടെ രാംപ്രസാദ് എന്ന ഒരു കർഷകനുണ്ട്. നെൽകൃഷിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് വിളവെടുപ്പായിരുന്നു. വിളവെടുത്ത ശേഷം നെല്ലുകളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു. കാവലിന് അയാൾ ഒരു മച്ചാൻ കെട്ടി അതിൽ ഇരിക്കുകയും ചെയ്തു. ഭാര്യയും കുട്ടികളുമെല്ലാം തൻ്റെ കുടിലിലുമായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോഴേക്കും രാംപ്രസാദിന് ഉറക്കം വന്നു. മച്ചാനിൽ തന്നെ അദ്ദേഹം ഇരുന്നുറങ്ങി. രാത്രി ഏറെ വൈകിയപ്പോൾ ഭൂമി ഒന്ന് ചലിക്കുന്നത് പോലെ തോന്നി, അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുന്നത് പോലെ തോന്നി. തൻ്റെ മച്ചാൻ ആടി ഉലയുകയാണ്. കാര്യം എന്താണ് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കറുത്ത രണ്ട് തൂണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. അയാൾ തൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തിരിഞ്ഞു സൂക്ഷിച്ചു നോക്കി. താൻ കണ്ടത് കറുത്ത തൂണുകളല്ല, അത് ആനയുടെ കാലുകളാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആന ഇപ്പോൾ സർവശക്തിയും എടുത്തുകൊണ്ട് തൻ്റെ മച്ചാന്റെ ഒരു തൂണ് ഇടിച്ചുലയ്ക്കുകയാണ്. ആ ഉലച്ചിലാണ് അയാൾക്ക് ഭൂമി കുലുക്കമായി അനുഭവപ്പെട്ടത്. അയാൾ ഭയം കൊണ്ട് വിറച്ചു. മച്ചാനിൽ മിണ്ടാതെ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു. അല്പസമയത്തിന് ശേഷം ടിപ്പു അവിടെ നിന്നും പിന്നീട് പോയത് ആ നെല്ല് കൂട്ടിയിട്ട ഭാഗത്തേക്കായിരുന്നു. രാംപ്രസാദ് തികഞ്ഞ നിസ്സഹായതയോടെ അത് നോക്കി നിന്നു. തൻ്റെ അധ്വാനം, തൻ്റെ വിളകളെല്ലാം ആന തിന്നുകയാണ്. ദുഃഖവും വേദനയും നിരാശയും അവന്റെ തലച്ചോറിനെ മരവിപ്പിച്ചു. അവന്റെ സർവ്വശക്തിയും ധൈര്യവും എടുത്തുകൊണ്ട് അവൻ മച്ചാനിൽ നിന്നും താഴേക്ക് കൂർന്നിറങ്ങി. പിന്നെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവന്റെ കുടില് ലക്ഷ്യമാക്കി ഓടി. മച്ചാനിൽ നിന്നും വലിയ ദൂരത്തൊന്നും ആയിരുന്നില്ല ആ കുടിൽ നിന്നിരുന്നത്. കുടിലെത്തിയ ഉടനെ തന്നെ അവന്റെ ഭാര്യയെ അവൻ വിളിച്ചുണർത്തി. ഭാര്യയോട് ഉണർന്ന ഉടനെ തന്നെ സംഭവം പറഞ്ഞു. അവൾ നിലവിളിച്ചുകൊണ്ട് കൊച്ചിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. അവൾ ചെന്ന് നിന്നത് ആനയുടെ മുന്നിലായിരുന്നു. എന്നാൽ ടിപ്പു അവളെ ഗവനിക്കുക പോലും ചെയ്തില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും ആ നെല്ല് ഭക്ഷിക്കുന്നതിലായിരുന്നു. ഈ കാഴ്ചയെല്ലാം രാംപ്രസാദ് ഒരു ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. അവൻ ഉച്ചത്തിൽ അലറി വിളിച്ചു. അവന്റെ അലർച്ചയും ഒച്ചയും നിലവിളിയും കേട്ടുകൊണ്ട് അവന്റെ അയലത്തുള്ള ആളുകളെല്ലാം അവിടെ കൂടിയെത്തി. അവർക്കപ്പോഴേക്കും കാര്യം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ടിപ്പു ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. അവനിപ്പോൾ വിളകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിലെ ആളുകൾ ഉച്ചത്തിൽ അലറി. അവരുടെ അലർച്ച കൊണ്ട് ടിപ്പുവിനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ മറ്റാനകളായിരുന്നുവെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള ഒച്ചത്തിലുള്ള അലർച്ച കേൾക്കുമ്പോൾ അസ്വസ്ഥമാകുമായിരുന്നു.
എന്നാൽ ടിപ്പുവിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ അവന്റെ കഴിപ്പ് അവസാനിപ്പിച്ചു. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ നോട്ടത്തിൽ തന്നെ പറയാൻ എന്താണുള്ളതെന്ന് വ്യക്തമായിരുന്നു. മറഞ്ഞിരുന്ന് അലറാതെ തൻ്റെ മുന്നിലേക്ക് കടന്നു വരൂ എന്നതായിരുന്നു അവൻ്റെ നോട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്മാറാൻ ടിപ്പു തയ്യാറായിരുന്നില്ല. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവനൊന്ന് നടന്നു. അപ്പോഴേക്കും അവിടെ കൂടി നിന്ന ആളുകൾ, ഉച്ചത്തിൽ അലറിയ ആളുകൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് 4 ദിക്കിലേക്കും ചിതറിയോടി. ആളുകൾ ഓടുന്ന കണ്ട ടിപ്പു ഒരു നിമിഷം അവിടെ നിന്നു. പിന്നീട് അവൻ ആ വിളകൾക്ക് സമീപത്തേക്ക് വീണ്ടും കടന്നു വന്നു. അതായത് ആ കൂട്ടിയിട്ട നെല്ലിന്റെ സമീപത്തേക്ക്. വീണ്ടും അവൻ ആ നെല്ല് കഴിക്കുവാൻ തുടങ്ങി. രാംപ്രസാദിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ മാത്രമാണ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നത്. അവരുടെ 3 കുട്ടികളും കുടിലിൽ ഉറങ്ങുകയായിരുന്നു ആ സമയം. പുറത്തു നടന്ന കോലാഹല ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവർ മൂവരും എഴുന്നേറ്റു. അവർ കണ്ണു തിരുമ്മി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവരുടെ സർവ്വസമ്പാദ്യമായ നെല്ലുകൾ ഒരാന തിന്ന് ഭക്ഷിക്കുന്നതാണ്. അതും തങ്ങളുടെ കുടിലിന്റെ തൊട്ടടുത്ത്. ഭയം അവർക്കും തോന്നിക്കാണും. കുട്ടികളല്ലേ, അവരും ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. ഈ നിലവിളിയും കരച്ചിലും ടിപ്പുവിന് ഒട്ടും ഇഷ്ടമായില്ല. അവന് ശരിക്കും ദേഷ്യം വന്നു. പിന്നീട് അവൻ ചെയ്ത കാര്യം ഇതാണ്. അവന്റെ സമീപത്തുണ്ടായിരുന്ന രാംപ്രസാദിന്റെ കുടിലിലേക്ക് അവന്റെ തല കൊണ്ട് ഒരു ഇടി ഇടിച്ചു. കുടിലൊന്ന് ആടി ഉലഞ്ഞു. ഭാഗ്യവശാൽ ആ കുടില് മറഞ്ഞു വീണില്ല. അതുകൂടി കണ്ടതോടെ കുട്ടികൾ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ഭയം വല്ലാതെ അവരെ പിടികൂടി കാണും. എന്നാൽ പിന്നീട് ഈ ശബ്ദങ്ങളൊന്നും ടിപ്പു ഗൗനിച്ചില്ല. അവൻ വീണ്ടും ആഹാരത്തിലേക്ക് മടങ്ങി. അവൻ കുറച്ചുകൂടി വിളകൾ ഭക്ഷിച്ചതിന് ശേഷം ടിപ്പുവിന്റെ ശ്രദ്ധ പിന്നീട് പോയത് രാംപ്രസാദിന്റെ കുടിലിന് മുന്നിൽ മറഞ്ഞു കിടന്നിരുന്ന കട്ടിലിലേക്കായിരുന്നു. അവൻ അതിന്റെ അരികിലേക്ക് പോകുകയും കട്ടിൽ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. പിന്നീട് അവന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് അത് ചുറ്റിയെടുത്ത് ഉയർത്തി ചുഴറ്റി നിരത്തടിച്ചു. അപ്പോഴേക്കും ധൈര്യം സംഭരിച്ചുകൊണ്ട് രാംപ്രസാദിന്റെ അയലത്തുകാർ അവിടേക്ക് തിരികെ എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭയന്ന് വിറച്ചുകൊണ്ട് 4 പാടും ചിതറി ഓടിയവർ. അവരിപ്പോൾ വന്നിരിക്കുന്നത് തീക്കൊള്ളികൾ കത്തിച്ചു പിടിച്ച് പന്തം കൊണ്ടാണ്. ഒരു തീപ്പന്തം എടുത്ത് രാംപ്രസാദിന്റെ കയ്യിലേക്കും അവർ കൊടുത്തു. രാംപ്രസാദ് ധൈര്യം കാട്ടി അവന്റെ കൈവശം കെട്ടിയ തീപ്പന്തം കത്തിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ആനയുടെ നേർക്ക് സർവശക്തിയും സർവധൈര്യം എടുത്തുകൊണ്ട് നടന്നു ചെന്നു. അവനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ ആളുകളും. ടിപ്പുവിന് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം നല്ല ദേഷ്യമുണ്ട്. സാഹചര്യം തനിക്ക് അനുകൂലമല്ല. തീപ്പന്തങ്ങളെല്ലാം തൻ്റെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്മാറാൻ ടിപ്പു തയ്യാറായി. വന്ന വഴിയെ തന്നെ കാട്ടിലേക്ക് അവൻ തിരികെ നടന്നു. അവൻ ആരുമായും ഏറ്റുമുട്ടുവാൻ യാതൊരു ഭയവുമില്ല. എന്നാൽ തീയുമായി അവന് താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കാം ടിപ്പു വനത്തിലേക്ക് തിരിഞ്ഞു നടന്നത്. ടിപ്പു വനത്തിലേക്ക് പോയതിനു ശേഷം 1 മണിക്കൂറോളം ഗ്രാമത്തിലെ ആളുകളെല്ലാം ചേർന്ന് ആ പാടത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പിന്നീട് അവരെല്ലാം, അതായത് അയൽക്കാരെല്ലാം തങ്ങളുടേതായ കുടിലുകളിലേക്ക് ഉറങ്ങാൻ പോയി. രാംപ്രസാദിന്റെ ഭാര്യയും കുട്ടികളും സുരക്ഷിതമായി അവരുടെ കുടിലുകൾക്കകത്ത് ഉറങ്ങാൻ കിടന്നു. രാംപ്രസാദ് വിറകുകൾ അടുക്കി പുറത്ത് തീയിട്ടതിന് ശേഷം അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവന് മയക്കം വന്നു. അവൻ അവിടെ കിടന്നുറങ്ങി. എല്ലാവരും കരുതിയിരുന്നത് നാട്ടുകാരുടെ രോക്ഷം കാരണം, തീപ്പന്തം കൊണ്ടുള്ള പ്രയോഗം കാരണം ടിപ്പു ഭയന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടിപ്പോയി എന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ടിപ്പു ആ വനത്തിലേക്ക് പോയിരുന്നില്ല. അവന്റെ വിശപ്പ് അടങ്ങിയിരുന്നില്ല. ആ നെൽക്കൂമ്പാരം ലക്ഷ്യമിട്ടുകൊണ്ട് അവൻ വീണ്ടും ഗ്രാമത്തിന്റെ അതിരിലേക്ക് മടങ്ങിയെത്തി. പെട്ടെന്ന് രാംപ്രസാദ് ഞെട്ടി എഴുന്നേറ്റു. അവനെ ആരോ തുറിച്ചു നോക്കുന്നത് പോലെ അവന് തോന്നി. അവനൊന്ന് എഴുന്നേറ്റിരുന്നു. അവന്റെ മുന്നിൽ കൂട്ടിയിട്ട തീയുടെ വെളിച്ചം എത്തുന്നതിന്റെ അതിരിലായി ഒരു കറുത്ത ആന വെളുത്ത കൊമ്പുകളോടെ രാംപ്രസാദിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും രാംപ്രസാദിന്റെ ഉള്ളിലേക്ക് ഭയം ഇരച്ചു കയറി. അവന്റെ കാലുകൾ തൊട്ട് ഉച്ചി വരെ മരവിക്കുന്നത് പോലെ തോന്നി. എങ്കിലും സർവ്വധൈര്യം എടുത്തുകൊണ്ട് സർവശക്തിയും എടുത്തുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. രാംപ്രസാദിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് കുടിലുകളിൽ മുന്നിൽ ഉറങ്ങുവാൻ പോയ ആളുകളെല്ലാം തന്നെ അവരുടെ തീപ്പന്തം കത്തിച്ചു പിടിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ഓടിയെത്തി. തീപ്പന്തം കത്തിച്ചു പിടിച്ചുകൊണ്ട് അവിടേക്ക് അനുഗമിച്ചെത്തിയ ആളുകളുടെ എണ്ണം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ തീപ്പന്തത്തിന്റെ എണ്ണം കണ്ടുകൊണ്ടോ ആയിരിക്കാം ടിപ്പു വീണ്ടും വനത്തിലേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ ടിപ്പുവിന്റെ ആക്രമണം അന്നും അവസാനിച്ചിരുന്നില്ല. അവനിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ഗ്രാമത്തിന് തന്നെ അടുത്തുള്ള
ആർമിയുടെ കണ്ടോൺമെന്റ് ഏരിയയിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ കാവൽക്കാരൻ താമസിച്ചുകൊണ്ടിരുന്ന കുടിലിനെ ആക്രമിച്ചു. കുടില് തകർത്തു. അതിലെ ഭക്ഷണവും അവൻ മോഷ്ടിച്ച് കഴിച്ചു. നേരം പുലരും വരെയും ആർമിയുടെ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു ആന. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരനും ഒരു കാവൽക്കാരനും ചേർന്ന് ആനയെ കണ്ടെത്തുകയും അവനെ വനത്തിലേക്ക് ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. അതിനുവേണ്ടി 2 ഷോട്ടുകൾ അവർക്ക് മുകളിലേക്ക് വെടിവെക്കേണ്ടതായി വന്നു. വെടിയുടെ ശബ്ദം കേട്ട് പിന്നീട് അല്പസമയം പോലും ടിപ്പു അവിടെ നിന്നില്ല. അവൻ വനം ലക്ഷ്യമാക്കി പാഞ്ഞു. പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിന്റെ ഗ്രാമത്തലവന്റെ കരിമ്പുതോട്ടത്തെയും അവൻ ആക്രമിച്ചു. അവന് വേണ്ട വിധത്തിലുള്ള കരിമ്പുകളെല്ലാം അവിടെ നിന്നും ആഹരിച്ചതിന് ശേഷം മാത്രമാണ് അവൻ അന്ന് കാട് കയറിയത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങളിൽ നിന്നും ടിപ്പു എന്ന ആനയുടെ ധൈര്യവും വാശിയും എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കാണുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവനെ ടിപ്പു എന്ന് ആളുകൾ വിശേഷിപ്പിച്ചത്. ടിപ്പുവിൻ്റെ ഈ ആക്രമണങ്ങൾ പതിവായിരുന്നു. ഗ്രാമീണർ വന്യജീവി വിദഗ്ധരുടെ സഹായം തേടി. എന്തു വന്നാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ പിടിക്കണമെന്ന് രാംപ്രസാദ് അടക്കമുള്ള ഗ്രാമീണർ ക്രിസ്റ്റി വില്യംസിനോട് പറഞ്ഞു. അതായത് നമ്മുടെ കഥയിലെ നായകനോട്. ഈ സമയത്ത് ഏഷ്യൻ ആനകളെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്റ്റി വില്യംസ് രാജാജി നാഷണൽ പാർക്കിലെ 8 ആനകൾക്ക് റേഡിയോ കോളർ ധരിപ്പിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തു. 4 പിടിയാനകളും 4 ഒറ്റയാന്മാരുമായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത്. റേഡിയോ കോളർ വന്നുകൊണ്ടിരുന്നത് വിദേശത്തു നിന്നുമാണ്. അതിനാൽ തന്നെ അതിന് അനുമതികൾ ഏറെ വേണമായിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് 1 വർഷമെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 1994 അദ്ദേഹം ഈ ദൗത്യം ആരംഭിച്ചത്. 1995 ഡിസംബർ ആയപ്പോഴേക്കും ക്രിസ്റ്റിക്കുള്ള അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ ജോൺ സിൻഹ ക്രിസ്റ്റിയുടെ അരികിലേക്ക് എത്തി. ക്രിസ്റ്റി അദ്ദേഹത്തെ വിളിക്കുന്നത് AJT എന്നാണ്. ക്രിസ്റ്റിയെ കാണാൻ അവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം കുറച്ച് ഫോറസ്റ്റ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, രാം ശരൺ, മേഘാരാജ് എന്നീ 2 ഫീൽഡ് അസിസ്റ്റന്റ്മാരെയും കൂടി കൂട്ടി ഉടനെ തന്നെ മോത്തിച്ചൂർ റേഞ്ചിലേക്ക് പോകുവാൻ JT ക്രിസ്റ്റിയോട് പറഞ്ഞു. റായിവാലയ്ക്കടുത്തുള്ള ഒരു ഒറ്റയാൻ കൃഷിനാശം വരുത്തുന്നുണ്ടെന്നും അവിടുത്തെ ഫീൽഡ് ഓഫീസർ ആവശ്യപ്പെട്ടത് പ്രകാരം അവനെയാണ് ആദ്യം ട്രയാങ്കുലൈസ് ചെയ്യേണ്ടതെന്നും AJT ക്രിസ്റ്റിയെ അറിയിച്ചു. റായിവാല ദൂരെയാണെന്നും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്നും ക്രിസ്റ്റി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യത്തിനാണ് നീ ആദ്യം മുൻഗണന കൊടുക്കേണ്ടതെന്ന് JT അദ്ദേഹത്തെ ഉപദേശിച്ചു. ഒരാനയെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നത് വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമുള്ള കാര്യമാണ്. ആദ്യം ആനയെ കണ്ടെത്തണം. കടുവയെ കണ്ടെത്തുന്നത് പോലെ എളുപ്പമല്ല ആനയെ കണ്ടെത്താൻ. കടുവയെ സഞ്ചരിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് കണ്ടെത്താം, പക്ഷേ ആനയുടെ കാര്യം അങ്ങനെയല്ല. എന്നാൽ ഒറ്റയാൻ ആനകൾ നമ്മൾ പോകുന്ന വണ്ടികൾക്ക് നേരെ ചീറിയെടുക്കും, ചിഹ്നം വിളിച്ചുകൊണ്ട്. അവൻ ആരെയും ഇഷ്ടമല്ല എന്ന മനോഭാവത്തിലാണ് അവൻ വന്ന് പാഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ ആനയെ കണ്ടെത്തിയാൽ അവിടേക്ക് ഡാർട്ടിംഗ് ടീം എത്തണം, മയക്കുവെടി വെക്കണം. ഡാർട്ട് കൃത്യമായി തോളലിനടുത്താണ് കൊള്ളേണ്ടത്. അപ്പോഴാണ് മരുന്ന് പ്രതീക്ഷിച്ച സമയത്ത് പ്രവർത്തിക്കുകയുള്ളൂ. തലയ്ക്കടുത്തോ കാലിലോ ആയാൽ ഫലം മാറും. ഡാർട്ട് ഏറ്റാൽ ആന മയങ്ങി വീഴാൻ ഏകദേശം അരമണിക്കൂറോളം എടുക്കും. ഈ സമയത്തിനുള്ളിൽ ടീം ആനയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റണം. അതായത് ചെളിയിലോ വെള്ളത്തിലോ വീഴാൻ പാടില്ല. വാരിലൂന്നി വീഴാൻ അനുവദിക്കരുത്. വാരിലൂന്നി വീണ് കഴിഞ്ഞാൽ ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്കോ തകരാറ് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് മരണത്തിലേക്ക് മാറും. ആന പൂർണ്ണമായും മയങ്ങി വീണതിന് ശേഷം അതിനെ കോളർ ധരിപ്പിക്കണം. അതുപോലെ തന്നെ ആനയുടെ മറ്റളവുകൾ എടുക്കണം. എന്നിട്ട് വേണം ആനയ്ക്ക് ആൻറ്റിഡോട്ട് നൽകുവാൻ. ഈ ആൻറ്റിഡോട്ട് നൽകുന്നത് ചെവിക്കടുത്തുള്ള ഒരു നരമ്പിലാണ്. ആന മയങ്ങി വീഴുവാൻ അരമണിക്കൂറുകൾ എടുക്കുമെങ്കിൽ ഇതിന് ബോധം തിരിച്ചു കിട്ടുവാൻ വെറും 10 മിനിറ്റ് മതി. ഇതാണ് ഒരാനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയറുകൾ, അല്ലെങ്കിൽ കോളർ കടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയറുകൾ. ആനയ്ക്ക് വെക്കുന്ന ഈ കോളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആനയെ ട്രാക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു തരം ഉപകരണമാണ്. അതിൻ്റെ സഞ്ചാരപാതയും സ്വഭാവങ്ങളും എല്ലാം പഠിച്ചെടുക്കുവാനും അതിപ്പോൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുവാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. നമ്മൾ ആനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തുന്ന കാര്യമല്ലേ പറഞ്ഞിരുന്നത്, അതിൻ്റെ പ്രൊസീജിയറുകളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രകൃതിയുടെ കാര്യം പ്രവചനാതീതമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്രകളുമെല്ലാം.
ക്രിസ്റ്റിയുടേത് ഇത് ആദ്യത്തെ കോളറിംഗ് ഓപ്പറേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. രാജാജി നാഷണൽ പാർക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗംഗ, സോങ് നദികൾക്കിടയിലുള്ള പ്രദേശത്താണ് ടിപ്പു പ്രധാനമായും വിഹരിച്ച് നടക്കുന്നത്. ഇവിടെ സൈന്യത്താവളങ്ങളും ഗ്രാമങ്ങളും ഫലഭൂഷ്ടമായ പാടങ്ങളുമാണുള്ളത്. തിരക്കേറിയ ദേശീയപാതയും റെയിൽവേ ട്രാക്കുകളുമെല്ലാം ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്നു. അങ്ങനെയുള്ള ഈ തിരക്കേറിയ പ്രദേശം തിരഞ്ഞെടുത്തത് അവൻ്റെ സ്വന്തം തട്ടകമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ടിപ്പുവിൻ്റെ ധീരതയാണ് കാണിക്കുന്നത്. ക്രിസ്റ്റിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഗാർഡ് അദ്ദേഹത്തോട് പറഞ്ഞു. വർഷങ്ങളായി അവൻ ഈ രീതി തന്നെയാണ് പിന്തുടരുന്നതും. ടിപ്പു എന്ന ആന വലിയ ബുദ്ധിമാനും സൂത്രശാലിയുമാണ്. കാടിൻ്റെ വഴികളും ഗ്രാമങ്ങളുടെ രീതികളെക്കുറിച്ചുമെല്ലാം അവന് നല്ലപോലെ തന്നെ അറിയാം. വിളവെടുത്ത പാടങ്ങളിലാണ് അവൻ ഭക്ഷണം തേടി പോകുന്നത്. കാരണം അവനറിയാം വിളവെടുത്ത ശേഷം പാടങ്ങൾക്ക് സമീപത്ത് തന്നെ ഈ ധാന്യങ്ങൾ കൂട്ടിയിടുമെന്നും. അതിനൊരു ഉദാഹരണമാണ് രാംപ്രസാദിൻ്റെ പാടത്തിലേക്ക് അവൻ പോയതും അവർ അവിടെ കൂട്ടിയിട്ടിരുന്ന വിളകൾ ഭക്ഷിക്കുവാൻ തുടങ്ങിയതും. ആളുകൾ അവനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിച്ചിട്ടും അവൻ ഓടാഞ്ഞതും, അവരെ വിരട്ടി ഓടിച്ചതും, പിന്നീട് തീ കൊണ്ടുവന്ന ആളുകളെ കണ്ട് പിൻവാങ്ങിയതുമെല്ലാം അവൻ്റെ സ്വഭാവ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസംബർ 9, 1995 ക്രിസ്റ്റി ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു. അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം ടിപ്പുവിൻ്റെ സഞ്ചാരപാത കണ്ടെത്തുവാനും അവനെ നിരീക്ഷിക്കുവാനും വേണ്ടി ക്രിസ്റ്റി പുറത്തേക്കിറങ്ങി. സോങ് നദി ഈ ഗ്രാമത്തിലൂടെയാണ് ഒഴുകുന്നത്. ഛിദ്രവാലി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. വർഷം മുഴുവൻ ഈ നദിയിൽ വെള്ളമുണ്ടെങ്കിലും മൺസൂൺ അല്ലാത്ത സമയങ്ങളിൽ നടന്നു പോകുവാൻ പറ്റുന്ന ആഴം മാത്രമേ ഈ നദിക്കുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവഴി സുഖമായിട്ട് തന്നെ ഒരാനയ്ക്ക് നടന്നു പോകാനും കഴിയും. അത് ക്രിസ്റ്റിക്ക് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. ആ നദിയുടെ തീരത്തേക്ക് പോകുവാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും അദ്ദേഹം ആദ്യം പോയത് ഗ്രാമത്തിലേക്കായിരുന്നു. ഗ്രാമീണരെ കാണുവാനും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി, ആനയെപ്പറ്റിയുള്ള കൂടുതൽ തെളിവുകളും സ്വഭാവവും മനസ്സിലാക്കുവാനും. ക്രിസ്റ്റി ആ ഗ്രാമത്തിലൂടെ എല്ലാം അലഞ്ഞു നടന്നു. ആനയെപ്പറ്റി ശേഖരിക്കാവുന്നതിൽ പരമാവധി വിവരം അവൻ ശേഖരിച്ചു. പിന്നീട് ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് എത്തി. ക്രിസ്റ്റി ഫോറസ്റ്റ് ബംഗ്ലാവിൽ ഇരുന്നു കൊണ്ട് ആനയെപ്പറ്റി തന്നെയായിരുന്നു അവൻ ചിന്തിച്ചത്. ടിപ്പു എന്ന ആനയുടെ ധൈര്യത്തെക്കുറിച്ച്, നാശനഷ്ടങ്ങളെക്കുറിച്ച്. എന്നാൽ ഒരു കാര്യമുണ്ട്, അവൻ്റെ ആക്രമണത്തിൽ ആർക്കും പരുക്ക് പറ്റിയിട്ടില്ല. ഏകദേശം 30-40 വർഷം മുന്നേ ഈ പ്രദേശം മുഴുവൻ നിബിഡ വനമായിരുന്നു. മനുഷ്യൻ ഇവയെല്ലാം കയ്യേറി വെട്ടിയൊരുക്കി കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും സ്ഥാപിച്ചു. ഒരു പക്ഷേ ഇപ്പോൾ ഗ്രാമം ഇരിക്കുന്നതും കൃഷിയിടം ഇരിക്കുന്നതുമായ ഈ പ്രദേശം മുഴുവൻ ആനകളുടെ ആവാസ വ്യവസ്ഥയായിരിക്കാം. തൻ്റെ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലായിരിക്കാം ടിപ്പു എന്ന ആന. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവന് ടിപ്പു എന്ന പേര് ലഭിച്ചിട്ടുണ്ടാകുക. കത്തുന്ന ഞെരിപ്പോടിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ക്രിസ്റ്റി ഓരോ കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ചു കൂട്ടി. പതിയെ അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങി. പിറ്റേന്ന് കാലത്തെ തന്നെ ക്രിസ്റ്റിയെ കാണാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് കുറച്ചു പേരെത്തി. ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, അത് AJT ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു പേരുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടറായ പ്രദീപ് മാലിക്, ക്രിസ്റ്റിയുടെ സൂപ്പർവൈസർ ആയിരുന്ന ഡോക്ടർ സുരേന്ദ്ര ഗോയൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ നഷീർ, പിന്നെ രാജാജി നാഷണൽ പാർക്കിൽ പരിശീലനം ലഭിച്ച 2 ആനകളും. ഒന്നിൻ്റെ പേര് പ്രേംകലിയും അരന്തൊതിയും. ഈ ആനകൾക്ക് കുറേ പ്രത്യേകതയുണ്ട്. ആനകളെയും കടുവകളെയും ട്രാക്ക് ചെയ്യുവാനും ആനകളെയും കടുവകളെയും മയക്കുമരുന്ന് വെടിവെച്ച് വീഴ്ത്തി പിടിച്ച കുറേ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആനകളുമായിരുന്നു അത്. പരിശീലന സമ്പത്തുള്ള ആനകൾ. ടിപ്പുവിനെ പിടിക്കുവാനും അതുകൊണ്ട് തന്നെയാണ് ഈ ആനകളെ ഉപയോഗിച്ചത്. വളരെ സുരക്ഷിതമായ ഒരു ദൗത്യം എന്ന നിലയിൽ ഗ്രാമീണർ ക്രിസ്റ്റിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തൻ്റെ ടീമിന് വളരെ വിശദീകരിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ മാലിക് ഒരു കാര്യം ക്രിസ്റ്റിയോട് ചോദിച്ചു. ഡോക്ടർ മാലിക് ആരാണെന്ന് അറിയാമല്ലോ, വെറ്ററിനറി ഡോക്ടറാണ്. അതിനാൽ അദ്ദേഹത്തിന് അറിയേണ്ടത് ഒന്ന് മാത്രമായിരുന്നു, ടിപ്പുവിൻ്റെ വലിപ്പത്തെപ്പറ്റി. ടിപ്പുവിൻ്റെ വലിപ്പത്തെപ്പറ്റിയാണ് ക്രിസ്റ്റിയോട് ചോദിച്ചത്. ക്രിസ്റ്റി വളരെ വ്യക്തമായി തന്നെ അതിന് മറുപടി നൽകി. അവൻ ഏകദേശം 10 അടി ഉയരമുണ്ട്. ഏഷ്യൻ ആനകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഉയരമാണ്. നമ്മൾ ആഫ്രിക്കൻ ആനകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് 11 മുതൽ 13 അടി വരെ ഉയരമുണ്ടാകും. ക്രിസ്റ്റി വളരെ വിശദമായി തന്നെ ടിപ്പു എന്ന ആനയുടെ സ്വഭാവവും സവിശേഷതകളും എല്ലാം അവർക്ക് മുന്നിൽ വിശദീകരിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ 4:30 മേഘാരാജുവിനും അതുപോലെ തന്നെ രാംചരണിനുമൊപ്പം ക്രിസ്റ്റി ടിപ്പുവിനെ തേടിയിറങ്ങി.
സോങ് നദിയുടെ സമീപത്ത് അവരെ ഇറക്കിയ ശേഷം തിരികെ വന്ന് മറ്റ് ടീം അംഗങ്ങളെ വിളിച്ചുകൊണ്ടുവരാം എന്നതായിരുന്നു ക്രിസ്റ്റിയുടെ പദ്ധതി. എന്നാൽ പ്രകൃതി അതിനൊട്ടും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇരുട്ടും മൂടൽമഞ്ഞുമായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. എന്തിനേറെ പറയണം, സോങ് നദിക്ക് മുകളിൽ മഞ്ഞ് കട്ട പിടിച്ചതുപോലെ കിടന്നു. വിസിബിലിറ്റി വളരെ കുറവാണ്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വിസിബിലിറ്റി കുറവാണ്. ക്രിസ്റ്റി തൻ്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ കൂട്ടി. ഇന്ന് ടിപ്പു ഏതെങ്കിലും ഒരു ഗ്രാമത്തെ ആക്രമിക്കുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ അവനെ മയക്കുവെടി വെച്ച് വീഴ്ത്തി അവനെ കോളർ കടിപ്പിക്കാൻ എളുപ്പമാണെന്നും അവൻ കരുതി. പക്ഷേ ടിപ്പു വന്നില്ല. അവൻ കാണികൾക്കിടയിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. കുറേ സമയം സോങ് നദിക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം അവർ അലഞ്ഞു നടന്നു. ടിപ്പുവിനെ തേടി നടന്നു. ടിപ്പുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ക്രിസ്റ്റിക്കൊപ്പമുള്ള രണ്ടുപേരെ ആനയെ ട്രാക്ക് ചെയ്യാൻ നിർത്തിയതിനു ശേഷം തിരികെ ബംഗ്ലാവിൽ പോകുവാനും ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടുവരുവാനുമായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. എന്നാൽ ഗ്രാമങ്ങളിലൂടെ അവർ അലഞ്ഞു നടന്നിട്ടു ടിപ്പു അവിടേക്കെന്നും എത്താത്തത് അവരെ നിരാശപ്പെടുത്തി. കുറേ സമയത്തെ തിരച്ചിലിന് ശേഷം ക്രിസ്റ്റിയും അവനൊപ്പം വന്ന രണ്ടുപേർക്കൊപ്പവും തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി. ക്രിസ്റ്റി ബംഗ്ലാവിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ടീമെല്ലാം എഴുന്നേറ്റ് സജ്ജമായിരിക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാഴ്ച അവർ ഹാളിൽ നിന്ന് ചായ കുടിക്കുന്നതാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അവർ. ക്രിസ്റ്റിയുടെ വരവ് കണ്ടപ്പോൾ ക്രിസ്റ്റിയോട് അവർ ചോദിച്ചു, ടിപ്പുവിനെ പറ്റിയുള്ള വല്ല വിവരം ലഭിച്ചോ? എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന മറുപടിയായിരുന്നു ക്രിസ്റ്റിക്ക് പറയാനുണ്ടായിരുന്നത്. ക്രിസ്റ്റി പറഞ്ഞു, ഇല്ല, അവനെ പറ്റിയുള്ള യാതൊരു വിവരവും കിട്ടിയില്ല. അവൻ വനത്തിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ടീം അംഗങ്ങൾക്കെല്ലാം കനത്ത നിരാശയായിരുന്നു. പക്ഷേ AJT എല്ലാവർക്കും ആത്മവിശ്വാസം നൽകി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അവൻ എവിടെ പോകാനാണ്? അവൻ ഈ വനത്തിലുണ്ടെങ്കിൽ അവൻ എപ്പോഴെങ്കിലും വനത്തിന് പുറത്തിറങ്ങും. അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഗ്രാമത്തിൽ എപ്പോഴെങ്കിലും ആക്രമണം നടത്തും. നമുക്ക് ആ സമയം ധാരാളമല്ലേ അവനെ മയക്കുമരുന്ന് വെടിവെച്ച് വീഴ്ത്താൻ. നിങ്ങളൊന്ന് സമാധാനപ്പെടും, അവൻ വരും, നമുക്ക് കാത്തിരിക്കാം. AJT തൻ്റെ ടീമിന് ആത്മധൈര്യം നൽകി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മോത്തിച്ചൂർ റേഞ്ച് ഓഫീസർ JT വർമ്മ അവിടേക്കെത്തി. AJTയെ കാണുകയും കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു. അവരോടും ടീമിനോടും പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ടീമിനെ തന്നെ ടിപ്പുവിൻ്റെ കാലടയാളം അന്വേഷിച്ച് അയച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ വിവരം അറിയിക്കും. എല്ലാവരുടെയും മുഖത്ത് അത് കേട്ടപ്പോൾ ആകാംക്ഷയേറി. ആ കൊടുങ്കാറ്റിനെ പറ്റിയുള്ള വിവരം അറിയുവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റി വില്യംസിന്റെ ആദ്യത്തെ കോളറിംഗ് ഓപ്പറേഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല ടെൻഷൻ കാണാം. കാരണം ഇതിനു മുന്നേയും പല കാര്യങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു. രാജാജിയിലും മറ്റു പാർക്കിലും ആനകൾക്ക് കോളറിംഗ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം കേട്ടു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ടെൻഷന് കാരണം. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുന്ന സമയമാണ് ആ വിവരം അവരെ തേടിയെത്തിയത്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു ജീവനക്കാരൻ അവിടേക്കെത്തി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് റേഞ്ചറോട് കാര്യം പറഞ്ഞു. അല്പസമയം മുന്നേ ഒരു വൈറൽ സന്ദേശം വന്നു. അതിതായിരുന്നു, ചിദ്രവാല എന്ന ഗ്രാമത്തെ ടിപ്പു ഇപ്പോൾ ആക്രമിക്കുകയാണ്. വേഗം തന്നെ ഫോറസ്റ്റ് റേഞ്ചർ ഈ വിവരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുകയും ചെയ്തു. പിന്നെ ഉച്ചഭക്ഷണം പോലും കഴിക്കുവാൻ അവർ തയ്യാറാകാതെ ടിപ്പുവിനെ പിടികൂടുവാൻ വേണ്ടി അങ്ങോട്ട് പോകുവാൻ തയ്യാറെടുത്തു. അങ്ങനെ തയ്യാറെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഡോക്ടർ മാലിക് അവരോട് ഒരു കാര്യം പറഞ്ഞത്. ആനകളുടെ സഹായമില്ലാതെ ടിപ്പുവിനെ മയക്കുമരുന്ന് വെടിവെക്കുന്നതിൽ എനിക്കൊട്ടും യോജിപ്പില്ല. അത് കേട്ട AJT മറുപടി നൽകി, ആനകൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. ചിദ്രവാല എന്ന ഗ്രാമം വളരെ ദൂരെയാണ്. ആനകൾ അവിടേക്ക് എത്തുമ്പോഴേക്കും ടിപ്പു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഒട്ടും ചിന്തിച്ചു നിൽക്കുവാൻ നമുക്ക് മുന്നിൽ സമയമില്ല. എത്രയും വേഗം തന്നെ അവിടേക്ക് പുറപ്പെടണം. 2 ജീപ്പിലായി അവരുടെ സാമഗ്രികളെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവരെ വഴികാട്ടുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം ചിദ്രവാല എന്ന ഗ്രാമത്തിൽ അവരെത്തിച്ചേർന്നു. അവിടെ ധാരാളം നേപ്പാളിൽ നിന്നുള്ള ആളുകളാണ് താമസിക്കുന്നത്. അവർക്ക് അവിടെ കൃഷിയിടങ്ങളും മറ്റുമുണ്ട്. അവിടേക്ക് എത്തിയ ടീം ഗ്രാമത്തിലെ ആളുകളോട് സംസാരിച്ചു. എന്താണ് ഉണ്ടായതെന്ന് വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടിപ്പു ആക്രമിച്ച വീടിന്റെ ഉടമ അവിടേക്ക് എത്തുന്നത്. വിശദമായി തന്നെ അയാൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ കൃഷിയിടം കാണിക്കാൻ കൊണ്ടുപോകുകയും ചെയ്തു. കരിമ്പിൻ തോട്ടങ്ങൾ ഏറെയുള്ള സ്ഥലമാണ്. കരിമ്പിൻ തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള വരമ്പിലൂടെ അവർ വരിയായി നടന്ന് അവർ ചെളി നിറഞ്ഞ ഒരു വഴിയിലെത്തി. അവർക്ക് മുന്നിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയ്ക്കപ്പുറം നിബിഡമായ കാടാണ്.
ഇപ്പുറം ഗ്രാമവും. ഗ്രാമത്തെയും നിബിഡമായ വനത്തെയും തമ്മിൽ അതിർവരമ്പ് തീർത്ത് നിൽക്കുന്നത് ആ പുഴയാണ്. ആ പുഴയുടെ തീരത്തുകൂടി ആ സംഘം കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നപ്പോൾ ആനയുടെ പിണ്ഡം അവർ കണ്ടെത്തിയ ആ പിണ്ഡം അവർ പരിശോധിച്ചപ്പോൾ അതിൽ ചോളത്തിന്റെ അംശം ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഇത് ടിപ്പുവിന്റെ പിണ്ഡം തന്നെയാണ്. ചോളപ്പാടം നശിപ്പിച്ചതിന് ശേഷം അവൻ ഇതുവഴി ആയിരിക്കാം നടന്നു പോയിരിക്കുക. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നതിന് ശേഷം അവർ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് പോയി. ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർന്ന ആ വീട്ടിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. വീട് ഇഷ്ടികൾ കൊണ്ടും മേൽക്കൂര കോൺക്രീറ്റ് കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. എന്നാൽ അടുക്കള ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മണ്ണുകൊണ്ടും അതുപോലെ വൈക്കോല് കൊണ്ടും മേഞ്ഞതായിരുന്നു. വൈക്കോല് കൊണ്ട് മേഞ്ഞ ഭാഗം എന്നത് അടുക്കളയാണ് ആ വീടിന്റെ. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഇതാണ്: ടിപ്പു വളരെ സൂക്ഷിച്ചാണ് അവിടേക്ക് നടന്നു പോയിരിക്കുന്നത്. അവന്റെ ഇടയിലുള്ള വീടുകൾക്കോ കുടിലുകൾക്കോ യാതൊരു തകരാറുകളും അവൻ വരുത്തിയില്ല. അവൻ ആ വീടിന്റെ ആ ഭാഗം പൂർണ്ണമായും തകർക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ അടുക്കളയിലെ മേൽഭാഗത്തിന്റെ അല്പം മാത്രം പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം അവൻ തുമ്പിക്കൈ അതിനുള്ളിലേക്ക് ഇട്ടു. അത് അടുക്കള ഭാഗമായിരുന്നു. അവിടെ മുഴുവൻ അവൻ തുമ്പിക്കൈ കൊണ്ട് മണം പിടിച്ചു. എന്താണ് കഴിക്കേണ്ടത് എന്നവൻ തീരുമാനമെടുത്തു. അതിനുശേഷം തുമ്പിക്കൈ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആട്ടയുടെ ഒരു ചാക്ക് പുറത്തേക്ക് വലിച്ചിട്ടു. അതിൽ നിന്നും ആവോളം ആട്ട തിന്നു തീർത്തു. അത് കഴിഞ്ഞ് വീണ്ടും അവൻ തുമ്പിക്കൈ ഉള്ളിലേക്കിട്ട് ഉപ്പെടുത്തു. ഉപ്പും അവൻ കഴിച്ചു. ആനകൾക്ക് ഉപ്പ് വളരെ ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോഴേക്കും ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ അവിടേക്ക് ഓടിയെത്തി. അവർ ഉച്ചത്തിൽ ബഹളം വയ്ക്കുവാനും അവനെ പേടിപ്പിച്ച് ഓടിക്കുവാനും ശ്രമം നടത്തി. എന്നാൽ ടിപ്പു ഒന്നിനെയും വകവെച്ചില്ല. അവൻ്റെ വയറ് നിറയുവോളം അവൻ ആഹാരം അവിടെ നിന്നും കഴിച്ചതിന് ശേഷം മാത്രമാണ് അവൻ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോകുവാൻ തയ്യാറായത്. ഈ സംഭവങ്ങളെല്ലാം വീട്ടുടമയും കുടുംബക്കാരും വളരെ വികാരഭരിതരായി തന്നെയായിരുന്നു അവരോട് പറഞ്ഞത്. ക്രിസ്റ്റി ശ്രദ്ധിച്ചു. ജിടിയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്റ്റി തൻ്റെ മുഖത്തെ പുഞ്ചിരി അല്ലെങ്കിൽ ചിരി അടക്കി പിടിക്കുവാൻ വളരെ പ്രയാസപ്പെട്ടു. അവിടുത്തെ ആളുകൾ വികാരഭരിതമായി പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. എന്നാൽ അവർക്കും മുന്നിൽ അങ്ങനെ ചിരിക്കുക എന്നത് ആത്മഹത്യാപരമാണ്. അതിന് ക്രിസ്റ്റിയെ കൊണ്ട് കഴിയില്ല. ക്രിസ്റ്റി തനിക്കുണ്ടായ ചിരി വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി. ടിപ്പു ഒരു വയറിനാനയാണ്. അവനെ പിടികൂടുവാനും കോളർ കടിപ്പിക്കുവാനും വലിയ പ്രയാസമൊന്നുമില്ല എന്ന് ഈ കാര്യത്തിലൂടെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പരസ്പരം ഓരോ കാര്യങ്ങളും സംസാരിച്ചു. ടിപ്പുവിനെ പിടിക്കുവാനുള്ള ആശയങ്ങൾ പരസ്പരം പങ്കുവച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ കൂടെ നിൽക്കുന്ന മറ്റംഗങ്ങൾക്കെല്ലാം ഡെറാഡൂണിലേക്ക് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ടിപ്പുവിനെ ട്രാക്ക് ചെയ്ത് പോകുവാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു. ഡെറാഡൂണിലേക്ക് പോകേണ്ടതിൻ്റെ ഒരാവശ്യമുണ്ടെന്നും ഉടനെ തന്നെ മടങ്ങി വരാമെന്നും ആ ടീം ക്രിസ്റ്റിയെ അറിയിച്ചു. ഇനിയും ടിപ്പുവിനെ ട്രാക്ക് ചെയ്യാനുള്ള ചുമതല ക്രിസ്റ്റിയുടേത് മാത്രമായി ചുരുങ്ങി. അന്നത്തെ ദിവസം ഗ്രാമീണർക്കൊപ്പവും ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഒപ്പവും കൂടി ക്രിസ്റ്റി ആ ഗ്രാമത്തിലും ആ ഗ്രാമത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ടിപ്പുവിനെ അന്വേഷിച്ച് നടന്നിരുന്നു. അവൻ്റെ ട്രാക്കുകൾ തിരഞ്ഞ് നടന്നിരുന്നു. നിരാശ മാത്രമായിരുന്നു ഫലം. താൻ ഇപ്പോൾ താമസിക്കുന്ന ഫോറസ്റ്റ് ബംഗ്ലാവ് ഇവിടെ നിന്നും നല്ല ദൂരത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലോ ഈ ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ വന്നെത്തുക എന്നത് വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് കാലത്തെ തന്നെ ക്രിസ്റ്റി സത്യനാരായണ ക്ഷേത്രത്തിനടുത്തുള്ള ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറി. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഇതായിരുന്നു: പ്രേംകലിയും അരുന്ധതിയും എന്ന് പറയുന്ന ഈ 2 ആനകളെ, അതായത് ടേംഡ് ആയിട്ടുള്ള എലിഫന്റിനെ അവിടേക്ക് കൊണ്ടുവന്നു. കാരണം ഇനിയൊരു നീക്കം ഉണ്ടായാൽ വളരെ വേഗം തന്നെ ആനയും കൊണ്ട് അവിടേക്ക് പോകണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഫോറസ്റ്റ് ബംഗ്ലാവ് നിൽക്കുന്നത് ചിന്ദ്രാവാലി എന്ന ഗ്രാമത്തിന് അടുത്താണ്. ഈ പ്രദേശങ്ങളിലാണ് ടിപ്പു ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നതും. ക്രിസ്റ്റി അറിഞ്ഞ ടിപ്പുവിനെ കുറിച്ചുള്ള വളരെ രസകരമായ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. റായി വാലയിൽ ഒരു ഫ്ലൈ ഓവറിന് താഴെ പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു മുറിയിൽ താമസിക്കുകയായിരുന്നു രാജു എന്ന ഒരാൾ. അതുവഴി കരിമ്പുമായി ധാരാളം ട്രക്ക് ലോറികൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നും കരിമ്പുകൾ താഴേക്ക് വീഴുന്നത് സ്വാഭാവികമായിരുന്നു. അങ്ങനെ നിലത്ത് വീഴുന്ന കരിമ്പുകൾ അവൻ പെറുക്കിയെടുത്ത് സൂക്ഷിക്കും. അത് കഴിഞ്ഞ് അടുത്തുള്ള പച്ചക്കറി കടകളിലോ അല്ലെങ്കിൽ കരിമ്പ് വിൽക്കുന്ന എവിടെയെങ്കിലുമോ അവൻ കൊണ്ടു കൊടുക്കും. എന്നിട്ട് അവൻ ക്യാഷ് വാങ്ങും. ആ പൈസ കൊണ്ട് അടുത്തുള്ള ചാരായ ഷോപ്പിൽ പോയിട്ട് ആവശ്യം പോലെ അവൻ ചാരായം കഴിക്കും. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്ന് കിടക്കും. ഇതായിരുന്നു അവൻ്റെ ജോലി. ടിപ്പു അടുത്തുള്ള പാടങ്ങൾ നശിപ്പിക്കുന്നത് അറിഞ്ഞപ്പോൾ തനിക്ക് ഒരു ബുദ്ധി തോന്നി. തൻ്റെ കുടിലിന് മുന്നിൽ കുറച്ച് കരിമ്പുകൾ വയ്ക്കുവാൻ അവൻ തീരുമാനിച്ചു.
അങ്ങനെ കരിമ്പുകൾ വെക്കുകയാണെങ്കിൽ ടിപ്പു തന്റെ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് തന്റെ കുടില് നശിപ്പിക്കാതെ അവിടെ നിന്നും കടന്നു പോകുമെന്ന് അവൻ കരുതി. ഈ വിദ്യ ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. ടിപ്പു എല്ലാ ദിവസവും റെയിൽവേ ലൈൻ കടന്നുകൊണ്ട് അവന്റെ ആ കുടിലിന്റെ ഭാഗത്തേക്ക് വരികയും അവൻ കുടിലിന് മുന്നിൽ വെച്ചിരിക്കുന്ന കരിമ്പ് സ്വീകരിക്കുകയും അവിടെ നിന്ന് മടങ്ങിപ്പോകുകയും ചെയ്തു. ഇത് പതിവായതോടെ അവന്റെ കുടിലിന് മുന്നിൽ തീ കൂട്ടുന്നത് അവൻ ഒഴിവാക്കി. ടിപ്പു തന്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് രാജു വിശ്വസിച്ചു. ടിപ്പു എല്ലാ ദിവസവും അവന്റെ വീട്ടിലേക്ക് വരുമെന്നും അവൻ കൊടുക്കുന്ന കരിമ്പുകൾ ആസ്വദിച്ച് ഭക്ഷിച്ചതിന് ശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുമെന്നും രാജു ക്രിസ്റ്റിയോട് പറഞ്ഞു. ആ കാഴ്ച കാണുവാൻ വേണ്ടി ക്രിസ്റ്റിയെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു. സമയവും സ്ഥലവുമെല്ലാം രാജു ക്രിസ്റ്റിയോട് പറഞ്ഞു. രാത്രിയിൽ രാജു പറഞ്ഞ സ്ഥലത്ത് ക്രിസ്റ്റി എത്തി. അവിടെ തീയും കരിമ്പും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ രാജു മാത്രമില്ലായിരുന്നു. എന്തായാലും രാത്രി 1:30 വരെ ക്രിസ്റ്റി ടിപ്പുവിനെയും രാജുവിനെയും കാത്ത് അവിടെ ഇരുന്നു. പക്ഷെ ആരും അവിടേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് ടിപ്പു ആക്രമിക്കുവാൻ ഇടയുള്ള ഗ്രാമത്തിലേക്ക് ക്രിസ്റ്റി പോകുവാൻ തീരുമാനിച്ചു. അതായത് ഛിദ്രാവാലയിലേക്ക്. അങ്ങനെ ആ ഗ്രാമത്തിൽ അവൻ വന്നിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്റ്റി അവിടേക്ക് പോയത്. രാത്രി മുഴുവൻ ക്രിസ്റ്റി അവിടെ ചെലവഴിച്ചു. പക്ഷേ ഏറെ വൈകിട്ടും ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പോലും ടിപ്പു വന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ തിരികെ റെസ്റ്റ് ഹൗസിലേക്ക് അയാൾ മടങ്ങി. തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ റെസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ മുന്നേ പറഞ്ഞ ടീം അംഗങ്ങൾ ഡെറാഡൂണിൽ നിന്നും മടങ്ങിയെത്തി. തൊട്ടടുത്ത ദിവസം തന്നെ അവരിൽ കുറച്ചുപേരെ വിളിച്ചുകൊണ്ട് വീണ്ടും ടിപ്പുവിനെ അന്വേഷിച്ച് അവർ യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മുന്നേ പറഞ്ഞ രാജുവിനെ അവർ കണ്ടുമുട്ടിയത്. രാജുവിനോട് ക്രിസ്റ്റി പറഞ്ഞു, തലേ ദിവസം നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിരുന്നു. എന്നാൽ നിങ്ങളെയോ ടിപ്പുവിനെയോ ഞാൻ അവിടെ കണ്ടില്ല. അയാൾ പറഞ്ഞു, ടിപ്പു വരാഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുടിച്ചു ബോധം കെട്ട് കുടിലിൽ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ കൂടുതൽ വിശദമായി അവനോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞങ്ങൾ അവിടെ നിന്നും അടുത്തുള്ള പ്രദീപൂർ എന്ന ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് പല വിചിത്രമായ കാര്യങ്ങളും കാണാൻ സാധിച്ചത്. ഒരാൾ ആ ഗ്രാമത്തിൻ്റെ കുടിലിന് മുന്നിൽ കുറേ കമ്പുകളും പുല്ലുകളും വാരി കൂട്ടിയിട്ടിരിക്കുന്നു. ടിപ്പു വന്നാൽ തീ കത്തിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. ഗ്രാമത്തിൻ്റെ മറ്റൊരറ്റത്ത് മറ്റൊരു കാര്യമാണ് ഞങ്ങൾ കണ്ടത്. കുറച്ച് ശർക്കരകളും അടുത്ത് കുറച്ച് കമ്പുകളും വെച്ചിരിക്കുന്നു. ടിപ്പു വന്നു കഴിഞ്ഞാൽ അവന് കാഴ്ച വയ്ക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ആ വീട്ടുടമയെ വിളിച്ചു. ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ കാര്യം പറഞ്ഞു. ടിപ്പു സാധാരണ ഒരു ആനയല്ല, സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. ഇത് ഭഗവാന് വേണ്ടിയുള്ള പ്രസാദമാണെന്നും അയാൾ മറുപടി നൽകി. ക്രിസ്റ്റി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആന വിളകൾ നശിപ്പിക്കുകയാണ്. ഗണപതി ഭഗവാൻ ഒന്നുമല്ല അത്. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് അവനെ ഈ ഗ്രാമത്തിലേക്ക് വരാൻ ശീലിപ്പിക്കുകയാണ്. നിങ്ങളിത് ഒഴിവാക്കണം. ക്രിസ്റ്റിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് എന്ത് പറയണമെന്നറിയില്ല. അവരുടെ തല കുഞ്ഞു. അവർ ക്രിസ്റ്റിയോട് അപേക്ഷിച്ചു, ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഞങ്ങൾ സുരക്ഷിതമായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ ആന ഞങ്ങളുടെ ഗ്രാമത്തെ ആക്രമിക്കും, ഞങ്ങളുടെ വീടുകൾ തകർക്കും. ഇതുവരെയും അവൻ ആരെയും കൊന്നിട്ടില്ല എങ്കിലും ഇനിയും കൊല്ലുകയില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ ആപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണം. ഈ ആനയുടെ പിടിയിൽ നിന്നും ഞങ്ങളുടെ ഈ ഗ്രാമത്തെ മുക്തമാക്കി തരണം. ക്രിസ്റ്റിയോട് അവർ അപേക്ഷിച്ചു. എങ്ങനെയും ആനയെ പിടിക്കാമെന്ന വാക്ക് ക്രിസ്റ്റി അവർക്ക് നൽകി. അതിനുശേഷം പോയത് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ രാംപ്രസാദിന്റെ ഗ്രാമത്തിലേക്കാണ്. ആന ഇവിടേക്ക് കടന്നു വന്ന് വിളകളും മറ്റും നശിപ്പിച്ചതിന് ശേഷം പോയിട്ട് ഇവിടേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. ക്രിസ്റ്റിയും സംഘവും അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഗ്രാമത്തിലെ വീടുകളിൽ എല്ലാം ശാന്തതയാണ്. ഗ്രാമത്തിന്റെ കുടിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികൾ കൊണ്ടും കോൺക്രീറ്റുകളും കൊണ്ടുമാണ്. കുറച്ച് വീടുകൾ മാത്രമേ മണ്ണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ. എല്ലാ വീടുകൾക്കും മുന്നിലും തീ കൂട്ടി കത്തിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. രാംപ്രസാദും കുടുംബവുമെല്ലാം സുഖമായി തന്നെ ഗ്രാമത്തിലെ കുടിലുകളിൽ സുരക്ഷിതമായി ഉറങ്ങുകയാണ്. ആരെയും വിളിച്ചുണർത്തുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ ക്രിസ്റ്റിയും സംഘവും തയ്യാറല്ലായിരുന്നു. ആ ഗ്രാമത്തിന് ചുറ്റും ഒന്ന് റോഞ്ചി ചുറ്റിയതിനു ശേഷം അവർക്ക് ഉറക്കം വന്നപ്പോൾ ടീമുമായി അവർ തിരികെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ 5:30 ആയപ്പോൾ തന്നെ ക്രിസ്റ്റി ഉണർന്നു. പുതച്ചിട്ടും അദ്ദേഹത്തിന് വിറയിലുണ്ടായിരുന്നു. രാംചരണിനെ വിളിച്ച് ഒരു ചായ ഉണ്ടാക്കുവാനും അതുപോലെ എല്ലാവരെയും ഉണർത്തുവാനും അയാൾ പറഞ്ഞു. രാംചരൺ അദ്ദേഹത്തിന് ചായയുമായി കൊണ്ടുവന്നു. അത് കുടിച്ചതിന് ശേഷം പ്രദീപൂരിലേക്ക് അവർ പുറപ്പെട്ടു. പ്രദീപൂരിലെ കാഴ്ച വളരെ ഭീകരമായിരുന്നു.
അവിടുത്തെ ഒരു കുടിലിന്റെ മേൽക്കൂര തല്ലി തകർത്തിരിക്കുന്നു. ഭിത്തിയിൽ ആന തലകൊണ്ട് ഇടിച്ചതുപോലെയുള്ള ഒരു പാട്. പെട്ടെന്ന് അവർ ജീപ്പ് നിർത്തി. ഗ്രാമീണർ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഓടി അലറിയെത്തി. അവർ ജീപ്പിനെ വളഞ്ഞു. അവരുടെ രോക്ഷം കാണേണ്ടത് തന്നെ ആയിരുന്നു. ക്രിസ്റ്റിക്ക് വലിയ ഹിന്ദിയൊന്നും മനസ്സിലാകുകയില്ല എങ്കിലും അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് ഇതായിരുന്നു: നിങ്ങൾ ബോളിവുഡ് പോലീസിനെ പോലെയാണ്. സംഭവം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. ഇത്ര മാത്രമായിരുന്നു ക്രിസ്റ്റിക്ക് മനസ്സിലായത്. പിന്നിൽ ഒരാൾ വിളിച്ചു പറയുന്നത് അയാൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു: ഇവരുടെ വണ്ടി അങ്ങ് കത്തിച്ചേരെ. ഇത്രയും സമയമെടുത്ത് ഇവിടേക്ക് വരാനാണെങ്കിൽ എന്തിനാണ് ഇവർക്ക് വണ്ടി? ഇത്രയും രോക്ഷാകുലരായ ആളുകളെ ക്രിസ്റ്റി കണ്ടിട്ടില്ല. ഇതിനു മുന്നേ ക്രിസ്റ്റി വർക്ക് ചെയ്തത് സൗത്ത് ഇന്ത്യയിലായിരുന്നു. അവിടുത്തെ ആളുകൾക്കൊന്നും ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നിട്ടുമില്ല. ക്രിസ്റ്റിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. എങ്കിലും ക്രിസ്റ്റി അതൊന്നും മുഖത്ത് കാണിച്ചില്ല. ചുറ്റുപാടുമുള്ള ആളുകളെ അയാൾ നിരീക്ഷിച്ചു. അല്പം ദേഷ്യം കുറഞ്ഞ ഒരു യുവാവിനെ ക്രിസ്റ്റി അടുത്തേക്ക് വിളിച്ചു. അയാളോട് ചോദിച്ചു, എന്താണ് കാര്യം? നീ വ്യക്തമായി പറ. അയാൾ മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്: രാത്രി നിങ്ങൾ പോയതിനു ശേഷം ആളുകൾ പതിയെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി ഉറങ്ങുവാൻ വേണ്ടി. കത്തിച്ചു വെച്ച തീയും പതിയെ പതിയെ അണഞ്ഞു തുടങ്ങി. ആ സമയത്താണ് ഗ്രാമത്തിനടുത്തുള്ള കനാലിൽ കൂടി ടിപ്പു നടന്ന് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അണഞ്ഞു തുടങ്ങിയ തീക്കുണ്ടങ്ങൾക്ക് നേരെ അവൻ പതിയെ പതിയെ നടന്നെടുത്തു. വീടുകൾക്ക് മുന്നിൽ വെച്ചിരുന്ന ശർക്കര അവൻ പതിയെ കഴിക്കുവാനും തുടങ്ങി. ശാന്തമായി. അപ്പോഴാണ് ഒരു ഗ്രാമീണൻ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ആന ഗ്രാമത്തിൽ വന്നതും മനസ്സിലാക്കിയതും. അദ്ദേഹം തൻ്റെ കുടിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയും ആനയെ കാണുകയും ചെയ്തു. അയാൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് ആന ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു എന്ന വിവരം അറിയിച്ചു കൊടുത്തു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഗ്രാമത്തിലെ ആളുകൾ കുടിലുകളിൽ നിന്നും പുറത്തെത്തി. ഉച്ചത്തിൽ അലറിക്കൊണ്ട് ടിപ്പുവിനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിച്ചു. ശബ്ദമുണ്ടാക്കുന്ന ആൾക്കൂട്ടത്തെ എങ്ങനെ ഓടിക്കണമെന്ന് ടിപ്പുവിന് നല്ല പോലെ അറിയാമായിരുന്നു. അവൻ അവരെ മുന്നോട്ട് വരുവാൻ വെല്ലുവിളിച്ചു. അവൻ തൻ്റെ തുമ്പിക്കൈ ഉയർത്തി അലറിക്കൊണ്ട് 2-3 അടി മുന്നിലേക്ക് പേയിച്ചു. അപ്പോഴേക്കും അവിടെ കൂടി നിന്ന ആളുകൾ ഭയന്ന് 4 പാടും ഓടിത്തള്ളി. ഈ സമയം മതിയായിരുന്നു. ടിപ്പു ഓടിപ്പോയ ആളുകൾക്ക് പിന്നാലെ പോയി സമയം കളഞ്ഞില്ല. അവൻ ആ ഗ്രാമത്തിലെ വീടുകളിൻ്റെ അരികിലേക്ക് ചെന്നു. മുളകൾ കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയുള്ള വീടുകളുടെ മേൽക്കൂര അവൻ വലിച്ചു പറിച്ച് ദൂരേക്കെറിഞ്ഞു. അതിനു മുന്നേ അവൻ ചെയ്ത കാര്യം, അണഞ്ഞു തുടങ്ങിയ തീക്കുണ്ടങ്ങൾക്ക് മുകളിൽ കാൽ വെച്ച് അതിൽ ചൂടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവൻ വീണ്ടും വീണ്ടും മേൽക്കൂരകൾ തകർക്കാൻ തുടങ്ങിയത്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട് ടിപ്പുവിന്. ഏതു മുറിയാണ് അടുക്കളയെന്ന് അവന് വ്യക്തമായി അറിയാം. എവിടെയാണ് ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുകയെന്നും. ആദ്യം അവൻ ഒരു വീടിൻ്റെ അടുക്കള മേൽക്കൂര പൊളിച്ചു. അതിലൂടെ കൈയിട്ട് ആട്ട എടുത്തു പുറത്തിട്ടു. ആട്ട തിന്നതിന് ശേഷം ആ കുടിലിൻ്റെ ഭിത്തി പൊളിച്ചു. ഇനി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അവൻ തപ്പി നോക്കി. ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ അടുത്ത വീടിൻ്റെ അടുക്കള ഇതുപോലെ തന്നെ പൊളിച്ചു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം മൂടി വരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അരിക്കൊമ്പൻ്റെ കാര്യമില്ലേ? അരിക്കൊമ്പനും ഇതുപോലെ തന്നെയായിരുന്നു. അന്നത്തെ വാർത്തകളിലും നിറഞ്ഞു നിന്നത് ഇത് തന്നെയാണ്. അവനും പൊളിച്ചു തകർക്കുക അടുക്കളയായിരുന്നുവല്ലോ. അരിക്കൊമ്പനെ പറ്റിയുള്ള ഒരു ചെറിയൊരു കഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അരിക്കൊമ്പനെ പറ്റി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിലും കൊടുത്തേക്കാം. ചെറുപ്പക്കാരൻ പറയുന്നത് തുടർന്നു. ടിപ്പു ഇപ്പോൾ ഒരു നാശം വിതയ്ക്കുന്ന യന്ത്രമായി കഴിഞ്ഞിരിക്കുന്നു സാർ. അവനൊരു വീടിൻ്റെ ഭിത്തി തകർത്തു. അവൻ അതുവഴി തുമ്പിക്കൈ ഇട്ടപ്പോൾ അവൻ്റെ കയ്യിൽ തടഞ്ഞത് ഒരു തയ്യൽ മെഷീനായിരുന്നു. അവനത് വായുവിലൂടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അത് താഴേക്ക് വന്നു വീണു. എന്നിട്ടും കഴിഞ്ഞില്ല അവൻ്റെ ക്രൂരത. അവൻ ആ തയ്യൽ മെഷീൻ ചവിട്ടി തകർത്തു. ആ തയ്യൽ മെഷീൻ തകർന്നപ്പോൾ തകർന്നു പോയത് തയ്യൽ മെഷീൻ മാത്രമല്ല, ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇത്രയേറെ നാശങ്ങൾ അവൻ അവിടെ വരുത്തി വെച്ചിട്ടും അവന് ലഭിച്ചതാട്ടെ ഒരു ചാക്ക് ആട്ടം മാത്രമാണ്. ഈ സമയവുമെല്ലാം അവിടുത്തെ ഗ്രാമീണർ ഉച്ചത്തിൽ അലറുകയും ബഹളം വയ്ക്കുകയും കയ്യിൽ കിട്ടിയ പാത്രങ്ങളും ടബകളും എടുത്ത് കൊട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ടിപ്പുവിനെ അലോസരപ്പെടുത്തി അവിടുന്ന് ഓടിക്കുക എന്നതായിരുന്നു ഗ്രാമീണരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇനിയും ടിപ്പുവിന് ദേഷ്യം വന്ന് തങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ആക്രമണം നടത്തിയാലോ എന്ന്. എന്നാൽ ഏകദേശം 5:30 ആയപ്പോഴേക്കും ടിപ്പു ആ ഗ്രാമത്തിൽ നിന്നും
റെയിൽവേ ട്രാക്കിലൂടെ നടന്നകന്നു. ക്രിസ്റ്റി തനിക്കൊപ്പം ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഇതുവഴിയാണ് ഇപ്പോൾ ടിപ്പു പോയിരിക്കുന്നത്. നമ്മുടെ പരിശീലനം ലഭിച്ച പ്രേംകാലിയെ ഇതുവഴി കൊണ്ടുപോകുവാൻ പാപ്പാനോട് പറയാൻ. ആനയെ പാർപ്പിച്ചിരുന്നത് റെസ്റ്റ് ഹൗസിന് അടുത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, കോളറിംഗ് ഓപ്പറേഷന് അത്രയും പ്രാധാന്യമുണ്ട് ഈ ആനകൾക്കും. പരിശീലനം ലഭിച്ച ആനകൾ പാപ്പാന്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് അനുസരിക്കുക. അതുമാത്രമല്ല, പാപ്പാന്മാർക്ക് കാട്ടാനകളുടെ ഭാഷയും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ പരിശീലിപ്പിച്ച ആനകളുമായി അത്രയും സമയം അവർ ചെലവഴിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് രാമശരൺ മടങ്ങിയെത്തി. ഒരു കാര്യം ക്രിസ്റ്റിയോട് പറഞ്ഞു. പ്രേംകാലി അവിടേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രേംകാലിയുടെ രണ്ടാം പാപ്പനായ സാഹിബ് ഒരു കാര്യം കണ്ടു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനത് കണ്ടത്. ടിപ്പു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതായിരുന്നു അവൻ കണ്ടത്. രാംശരൺ ഈ കാര്യം കൂടി ക്രിസ്റ്റിയെ അറിയിച്ചു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴേക്കും ഡെറാഡിലേക്ക് പോയ സംഘങ്ങൾ തിരികെ എത്തി. ആ കോളറ ടീം. എന്നാൽ അതിൽ ക്രിസ്റ്റിയുടെ സുഹൃത്ത് യഷീർ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ മാലിക് ഒരു ഡാർട്ട് തയ്യാറാക്കി AJTയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ പ്രേംകാലി എന്ന ഇടിയാനയുടെ പുറത്തേറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടീം കാട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഡോക്ടർ മാലിക് ആനയുടെ പുറത്ത് കയറാൻ വിസമ്മതിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് നാളുകൾക്ക് മുന്നിൽ ബംഗാളിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ആനയുടെ പുറത്തേറി വനത്തിലേക്ക് പോയിരുന്നു ഡാർട്ട് ചെയ്യുവാൻ വേണ്ടി. അന്ന് അസാധാരണമായ ഒരു സംഭവം നടന്നു. ആനയുടെ പുറത്തു നിന്നും അവർ നിലത്തേക്ക് വീണു. അവിടെ ധാരാളം കാട്ടാനകൾ ഉണ്ടായിരുന്നു. തലനാഴിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ആ ഓർമ്മ ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അയാൾ ആനയുടെ പുറത്തേറാൻ വിസമ്മതിക്കുന്നത്. അയാൾ മറ്റുള്ളവർക്കൊപ്പം ജീപ്പിൽ വരാമെന്നും ഇടയ്ക്കിടയ്ക്ക് ക്രിസ്റ്റിയുമായി വയർലെസ് വഴി ബന്ധപ്പെടാമെന്നും പറഞ്ഞു. പ്രേംകാലി മുന്നിൽ നടന്നു, പിന്നാലെ ക്രിസ്റ്റിയും കൂട്ടുകാരും. പക്ഷേ ആ കാട് മുഴുവൻ ലൻഡാന കാടുകളായിരുന്നു. മുന്നോട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചുനേരം മുന്നിലേക്ക് പോയപ്പോൾ കുറച്ചകലെയായി പ്രേംകാലിയുടെ പുറംഭാഗം മാത്രം കാണാൻ കഴിഞ്ഞു. ലൻഡാനകളുടെ മുള്ളുകളും മറ്റും കൊണ്ട് അവരുടെ ചർമ്മങ്ങളും വസ്ത്രങ്ങളും എല്ലാം കീറി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ടിപ്പു മുന്നിൽ വന്നാൽ ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും മാർഗമില്ല എന്ന് ക്രിസ്റ്റി ഭയന്നു. 15 മിനിറ്റ് കൂടി മുന്നിലേക്ക് പോയപ്പോൾ പ്രേംകാലിയെ കാണാനില്ല. ഇപ്പോൾ അവർക്ക് ചുറ്റും ലൻഡാന കാടുകൾ മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ ആകാശത്തുനിന്നും വീണ് ഈന്തപ്പനയിൽ കുടുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു അവർ. കാടിന് നടുവിൽ ഒറ്റപ്പെട്ടു. പ്രേംകാലിയെ കാണാനുമില്ല. ടിപ്പു ചുറ്റിക്കടങ്ങുന്ന കൊടും വനം കൂടിയാണ്. അല്പസമയം കൂടി അവർ മുന്നിലേക്ക് നടന്നു. പ്രേംകാലി ഏത് ദിശയിലേക്കാണ് പോയതെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് അവർ കാട്ടിലേക്ക് വിറക് ശേഖരിക്കുവാൻ വന്ന 2 സ്ത്രീകളെ കണ്ടുമുട്ടിയത്. അവർ ആരാണെന്നും അവർ എന്തിനാണ് വന്നതെന്നും അവരോട് പറഞ്ഞു. അതിനുശേഷം അവർ അവരോട് ചോദിച്ചു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആന പോയിരിക്കുന്നത് ഏത് ദിശയിലേക്കാണെന്ന്. എന്തിനേറെ പറയണം, ആനകളെ കോളറിംഗ് ചെയ്യുന്നതിൽ വലിയ അനുഭവ സമ്പത്തുള്ള AJTക്കും മോത്തിലാലിന് പോലും കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വനത്തിൽ വഴി കാട്ടുവാൻ വേണ്ടി, അതായത് ടിപ്പുവിൻ്റെ വഴി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആശ്രയിച്ചത് ഒരു ലോക്കൽ ഫോറസ്റ്റ് ഗാർഡിനെ ആയിരുന്നു. പക്ഷേ ടിപ്പുവിൻ്റെ പേര് കേൾക്കുമ്പോഴും അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴും അയാൾ ഭയന്നു. ലോക്കൽ ആയതുകൊണ്ട് തന്നെ ടിപ്പു എവിടെ ഉണ്ടാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ അവരെ വഴിതെറ്റിച്ചു. ടിപ്പു മുഖാമുഖം വരുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി. അങ്ങനെ ഒരു കാഴ്ച അയാൾ ആഗ്രഹിക്കുന്നില്ല. ആന സാധാരണയായി വിശ്രമിക്കുന്നത് ഏത് സ്ഥലത്താണെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. എന്നാൽ അയാൾ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറായിരുന്നില്ല. അയാൾ ഞങ്ങളുടെ ദിശ തെറ്റിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞതനുസരിച്ച് അരമണിക്കൂറോളം കാട്ടിൽ അലഞ്ഞതിന് ശേഷം അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാൾക്കൊന്നെങ്കിൽ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങളുടെ ടീമിനെ വഴിതെറ്റിക്കുകയാണ്. മോത്തിലാലും JTയും ഒരു കാര്യം തീരുമാനിച്ചു, തിരികെ റോഡിലേക്ക് എത്താൻ വേണ്ടി. റോഡിൽ എത്തിയതിനു ശേഷം ടിപ്പുവിൻ്റെ കാലടയാളങ്ങൾ പിന്തുടരുവാൻ തീരുമാനിക്കുകയായിരുന്നു അവർ റോഡിലെത്തിയ ശേഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രേംകാലിയുടെ സ്ഥാനം മനസ്സിലാക്കി എല്ലാവരും റോഡിലേക്ക് എത്തൂ എന്ന്. രാംശരണും മേഘാരാജുവും ഹബീബ് എന്ന പാപ്പാനും ടിപ്പുവിൻ്റെ കാലടയാളങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആ ചായക്കടയുടെ സമീപത്ത് നിന്നും തന്നെ തുടങ്ങുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവിടെ കണ്ട കാലടയാളങ്ങളെ ട്രാക്ക് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആനയായ പ്രേംകാലിയെ അങ്ങോട്ട് നയിച്ചു. ആനയുടെ കാൽപ്പാടുകൾ ചിലയിടത്ത് കണ്ടു,
ചിലയിടത്തെത്തുമ്പോൾ ഇത് കാണാതാകും. ഈ ടീമിന് വളരെയധികം അനുഭവ സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഒരു വട്ടത്തിൽ കൂടിച്ചേരുകയും അവർ അവിടെ നിന്നും പല ദിശകളിലേക്ക് തിരിഞ്ഞു നടക്കും. വീണ്ടും കാലടയാളങ്ങൾ കണ്ടെത്തും. എവിടെ വെച്ചാണോ കാലടയാളം കണ്ടെത്തുന്നത് അത് എവിടെയാണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കും ശബ്ദമുണ്ടാക്കി. കാലടയാളങ്ങൾ തിരിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തും. പിന്നെ അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് ആനയുടെ കാലടയാളങ്ങൾ ട്രാക്ക് ചെയ്തു പോകും. കാലാവസ്ഥ വളരെ തണുപ്പുള്ളതായിരുന്നു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു. അതിൻ്റെ കിരണങ്ങൾ കാട്ടിലേക്ക് എത്തി. ടിപ്പുവിൻ്റെ കാലടയാളങ്ങൾ ഒരു പുഴ മുറിച്ചു കടന്ന് മറുകരയിലേക്ക് പോയി. അവരും അതുപോലെ തന്നെ ആ പുഴ മുറിച്ചു കടന്ന് മറുകരയിലെത്തി. വീണ്ടും ആ ട്രാക്ക് പിന്തുടർന്ന് മുന്നിലേക്ക് പോയി. ഇപ്പോൾ ആ കാൽപ്പാട് നീണ്ടുപോകുന്നത് നിബിഡമായ ലൻഡാന കുറ്റിക്കാടുകൾക്കിടയിലൂടെയാണ്. അവർ കുറച്ചു സമയം അവിടെ നിന്നും ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. ലൻഡാന കാടുകൾ ചവിട്ടി തരിപ്പണമാക്കിയാണ് അവൻ മുന്നിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകളുമെല്ലാം തകർന്നിരിക്കുന്നു. AJT അവിടെ വെച്ച് ഒരു ചെറിയ കൂടിയാലോചന നടത്തി. ഡാർട്ടിംഗ് ടീം പ്രേംകാലിയുടെ പുറത്തേക്ക് കയറി. ബാക്കിയുള്ളവർ പിന്നാലെ പിന്തുടർന്നു വരുവാൻ തീരുമാനിച്ചു. ഡോക്ടർ ഗോയിൽ പിന്നാലെ നടന്നു പോകാനാണ് തീരുമാനിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ കൈവശത്താണ് ആനയുടെയും മനുഷ്യൻ്റെയും ആൻറ്റിഡോട്ട് ഉള്ളത്. മനുഷ്യരുടെ ആൻറ്റിഡോട്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പറയാം. ആനയെ മയക്കുവെടി വെക്കുമ്പോൾ അബദ്ധവശാലെങ്ങാണം മനുഷ്യരുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ആൻറ്റിഡോട്ട് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് ബോധം വീഴുവാൻ വേണ്ടി. അതുപോലെ ആനയ്ക്ക് ഡാർട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റായ സ്ഥാനത്ത് അത് വീഴുകയാണെങ്കിൽ ഉടനെ അതിന് ആൻറ്റിഡോട്ട് നൽകണം, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ പോലും അപകടത്തിലാകും. അങ്ങനെ ആ തകർന്നു കിടക്കുന്ന ലൻഡാന കാടുകളോടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അല്പസമയത്തിന് ശേഷം ഒരു വിസിലടി ശബ്ദം അവിടെ കേട്ടു. ടിപ്പുവിനെ ദൃഷ്ടിയിൽ പതിഞ്ഞു എന്നതാണ് അതിനർത്ഥം. ടിപ്പുവിനെ കണ്ടപ്പോൾ പ്രേംകാലി നിന്നു. പാപ്പാൻ പറഞ്ഞിട്ടും അത് മുന്നോട്ട് പോകുന്നില്ല. പ്രേംകാലിയുടെ പാപ്പാൻ ജോഹർ ടിപ്പുവിനെ വളരെയധികം ഭയന്നിരുന്നു. ഒരു പക്ഷെ ടിപ്പുവിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ആ ഭയം പ്രേംകാലി തിരിച്ചറിഞ്ഞിരിക്കാം. ഈ അവസ്ഥയിൽ ജോഹറിനെ പ്രേംകാലിയുടെ പുറത്തിരുത്തുന്നത് അപകടമാണ്. അദ്ദേഹം ഒരു രണ്ടാം പാപ്പാനാണ്. പ്രവൃത്തി പരിചയമൊന്നുമില്ല. ഹബീബാണ് ഒന്നാം പാപ്പാൻ. നമുക്ക് നേരത്തെ ഒരു തെറ്റ് പറ്റിയായിരുന്നു. ഞാൻ രണ്ടാം പാപ്പാൻ എന്നാണ് പറഞ്ഞത്. ഹബീബാണ് ഒന്നാം പാപ്പാൻ. ഹബീബിനെ ഇരുത്തുന്നതാണ് ഏറ്റവും അനുയോജ്യമെന്ന് AJT പറഞ്ഞു. ഹബീബിന് ടിപ്പുവിനെ യാതൊരു ഭയവുമില്ലായിരുന്നു. അങ്ങനെ പാപ്പാനെ വളരെ വേഗം മാറ്റിയപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. പ്രേംകാലി വീണ്ടും മുന്നോട്ട് നടന്നു. ഹബീബ് തൻ്റെ കാൽ പ്രേംകാലിയുടെ ചെവിയുടെ അടുത്തടിച്ചപ്പോൾ പ്രേംകാലി വീണ്ടും മുന്നോട്ട് പോയി. ഇത് പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ക്രിസ്റ്റി അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറി. ഏകദേശം 15 അടി ഉയരത്തിൽ അയാളെത്തി. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിച്ചു തുടങ്ങി. അവിടെ നിന്നും ക്രിസ്റ്റി ടിപ്പുവിനെ കണ്ടെത്തി. വളരെ വലിയൊരു ആനയായിരുന്നു അവൻ. അവനിപ്പോൾ മദപ്പാടിലായിരുന്നു. മസ്തെന്ന് വെച്ചാൽ കണ്ണിനും ചെവിക്കും ഇടയിലുള്ള ടെമ്പർ ഗ്രന്ഥിയിൽ നിന്നും ഒരു നീര് പുറത്തേക്ക് ഒലിച്ചു വരുന്ന അവസ്ഥയാണ്. ആ നീരിപ്പോൾ ഒലിച്ച് ടിപ്പുവിൻ്റെ വായിലേക്ക് പോകുന്നുണ്ട്. മസ്തെന്ന അവസ്ഥയിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ നില വളരെ ഉയർന്നതായിരിക്കും. മാനുകളിൽ റെട്ട് എന്നതുപോലെ ഈ സമയത്ത് ഒറ്റയാൻ ആനകൾ പിടിയാനകളെ തേടി അലയും. ആനകൾക്ക് മദപ്പാടില്ലെങ്കിലും ഇണചേരാമെങ്കിലും പക്ഷേ മസ്തെന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആനകൾ കൂടുതലായും ഈ പ്രവണത കാണിക്കുന്നത്. അതുപോലെ തന്നെ ആക്രമണകാരികളായി മാറുന്നതും. മസ്തെന്ന അവസ്ഥയിലേക്ക് ഒരു ആന എത്തണമെങ്കിൽ ആന അത്രയധികം ആരോഗ്യവാനായിരിക്കണം. അതിനാൽ തന്നെ ടിപ്പു അത്യധികം ആരോഗ്യവാനാണെന്ന് ക്രിസ്റ്റി മനസ്സിലാക്കി. പ്രേംകലി എന്ന പിടിയാന തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ടിപ്പു തിരിഞ്ഞ് പ്രേംകലിക്ക് നേരെ അഭിമുഖമായി നിന്നു. ടിപ്പു പ്രേംകലിക്ക് നേരെ തിരിഞ്ഞു നിന്നത് കണ്ടപ്പോൾ തന്നെ ഡാർട്ട് ടീം കുറച്ച് പിന്നോട്ട് മാറി. ഇപ്പോൾ ക്രിസ്റ്റി മാത്രമാണ് ആ മരത്തിൽ തനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റിക്ക് ആശങ്കയേറി. ടിപ്പു ആ മരത്തിലൊന്ന് തട്ടിയാൽ മതി, ക്രിസ്റ്റി താഴെ നിലത്തു വീഴും. അതുമാത്രമല്ല, ഡാർട്ടിംഗ് ഗണ്ണും ഷോട്ടും എല്ലാം ടീം പിന്മാറിയപ്പോൾ അവർ കൊണ്ടുപോയിരിക്കുന്നു. ക്രിസ്റ്റി ഇപ്പോൾ തികച്ചും നിരായുധനായിട്ടാണ് ആ മരത്തിലിരിക്കുന്നത്. അതുവരെ ടിപ്പുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ക്രിസ്റ്റിക്ക് ഇപ്പോൾ അവനെ കാണാൻ താല്പര്യമില്ലായിരുന്നു. 10 അടി ഉയരമുള്ള ഭാരമേറിയ ആനയായിരുന്നു ടിപ്പു. ക്രിസ്റ്റിയാകട്ടെ മെലിഞ്ഞുണങ്ങിയ ഒരു വ്യക്തിയും ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ചില്ലക്കമ്പിലും.
ടിപ്പുവിന് ഏകദേശം 10 അടി ഉയരമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൻ തുമ്പിക്കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് 15 അടി ഉയരത്തിലിരിക്കുന്ന ക്രിസ്റ്റിയെ പിടിക്കുവാൻ കഴിയും. അതെല്ലാം ഓർത്തപ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറി. ടിപ്പുവിന്റെ കൈയും കാലുമെല്ലാം വേർക്കുവാൻ തുടങ്ങി. കുറച്ചുകൂടി മരത്തിന്റെ മുകളിലേക്ക് കയറാമെന്ന് കരുതിയാൽ ഇനിയും മുകളിലിട്ട് പോകാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്റ്റിയുടെ നെഞ്ചിടിപ്പ് കൂടി. ക്രിസ്റ്റി തന്റെ ഹൃദയത്തോട് പറഞ്ഞു, സമീപനം പാലിക്കണം, ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യണം. അതിന്റെ ശബ്ദം പോലും ടിപ്പുവിനെ കേൾക്കുവാൻ സാധിക്കും. ടിപ്പു ഈ ശബ്ദം കേട്ടാൽ എന്നേക്കുമായി പിന്നെ ഈ ശബ്ദം നിലച്ചു പോകും. 2-3 മിനിറ്റ് ടിപ്പു അവിടെ നിന്നതിന് ശേഷം പിന്നീട് അവിടുന്ന് അപ്രത്യക്ഷനായി. അതിന് പിന്നാലെ പ്രിയങ്കാരിയും അപ്രത്യക്ഷയായി. പക്ഷേ ഇത്തവണ അവൾ പോയിരിക്കുന്നത് ടിപ്പുവിന്റെ പിന്നാലെ ആയിരുന്നു. ഏകദേശം 10 മിനിറ്റ് കൂടി ആ മരത്തിൽ ക്രിസ്റ്റി അങ്ങനെയേയിരുന്നു. തന്റെ കൂടെ വന്നവരെല്ലാം എങ്ങോട്ടോ പോയിരിക്കുന്നു. എങ്ങോട്ടാണെന്ന ചിന്തയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡാർട്ട് ഗണ്ണിന്റെ ശബ്ദം കേട്ടു. അതിന്റെ പിന്നാലെ വലിയൊരൊച്ചയും. ക്രിസ്റ്റി പതിയെ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി പതിയെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് ഡോക്ടർ ഗോയലിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെയും കണ്ടു. അങ്ങനെ അവർ മൂവരും ഒരുമിച്ച് ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി പതിയെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവർ അവിടെ എത്തി. പ്രേംകാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കുറച്ച് ചില്ലകളും ഇലകളും തിന്നുന്നു. ഡാർട്ടിൻ ടീം എന്തോ ചർച്ച ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ ഡാർട്ട് ആനയുടെ ദേഹത്ത് തളച്ചു കയറിയില്ല. ഡാർട്ടിന്റെ ഒരു ഭാഗം ഗണ്ണിൽ കുടുങ്ങിയിരിക്കുന്നു. ATJ അത് പുറത്തെടുക്കുവാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും കാഴ്ചകളായിരുന്നു ക്രിസ്റ്റി അവിടെ ചെന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വിനോദ് എന്ന ഒരാൾ ഞങ്ങളുടെ ഡാർട്ട് ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കൊപ്പമുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമാക്കി വെക്കുക എന്നതാണ്. അദ്ദേഹം AJTയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി അതിൽ കുടുങ്ങിയിരുന്ന ഡാർട്ടിന്റെ അവശിഷ്ടം എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് അതിലേക്ക് പുതിയ കാർട്രിഡ്ജ് ലോഡ് ചെയ്തു. അപ്പോഴേക്കും അവിടുത്തെ ചർച്ചകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. കോളർ ഓപ്പറേഷൻ വീണ്ടും ആരംഭിച്ചു. കുറച്ചുകൂടി ഞങ്ങൾ മുന്നിലേക്ക് ടിപ്പുവിനെ അന്വേഷിച്ച് വീണ്ടും നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ടിപ്പുവിനെ കണ്ടു. അങ്ങനെ അവന് നേരെ ലക്ഷ്യം വെച്ച് ഒരു വെടി കൂടി വെച്ചു. ഇത്തവണ ഡാർട്ട് കൃത്യമായി അവൻ്റെ ശരീരത്തിൽ വന്ന് തറച്ചിരുന്നു. അവൻ 3-4 ചുവടുകൾ പിന്നിലോട്ട് വെച്ചു. പിന്നെ വീണ്ടും പതിയെ പതിയെ അവൻ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അവനിൽ ഭയത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ശക്തമായ ഒരു മയക്കുമരുന്നാണ് ടിപ്പുവിന്റെ ശരീരത്തിൽ ഇപ്പോൾ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ മരുന്ന്. മനുഷ്യന്റെ ചർമ്മത്തിൽ ചെറിയൊരു പോറൽ പോലും ഉണ്ടായാൽ അതിലൂടെ അത് ഉള്ളിലേക്ക് പോയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആള് മരിച്ചു പോകും. പക്ഷേ ടിപ്പു ഇപ്പോഴും പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ബോധം കെടാൻ തയ്യാറെടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ അതിന് തിടുക്കമുള്ളതിൻ്റെയോ യാതൊരു ലക്ഷണവും അവനിൽ കാണുന്നില്ല. ടിപ്പു ഇപ്പോൾ വീണ്ടും മുന്നിലേക്ക് നടക്കുന്നു. അവൻ റെയിൽവേ ട്രാക്കിലേക്ക് പോകാനാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഡാർട്ട് ടീം കുറച്ച് അകലെയായി അവനെ പിന്തുടർന്നു. ഈ ടീം ഇപ്പോൾ പിന്തുടരുമ്പോഴും ഡോക്ടർ മാലിക്കിന്റെ ദൗത്യം കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് അയാൾ മടങ്ങിപ്പോയിരുന്നു. അടുത്തുള്ള ഒരു ചായക്കടയിലേക്കായിരുന്നു അയാൾ മടങ്ങിപ്പോയത്. ഇപ്പോൾ അയാൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ടിപ്പുവിന് യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാത്തത് കൊണ്ട് രാം ശരണിനെ ഡോക്ടർ മാലിക്കിന്റെ അടുത്തേക്ക് അയച്ചു. അയാളിപ്പോൾ ആ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയാണ്. മറ്റൊരു ഡാർട്ട് തയ്യാറാക്കി കൊടുത്തുവിടുവാനുള്ള നിർദ്ദേശമായിരുന്നു അയാൾക്ക് കൊടുത്തത്. ഇപ്പം ടിപ്പുവിനെ പിടിക്കാനുള്ള ആ ഡാർട്ടിംഗ് ടീം റെയിൽവേ ട്രാക്കിലിരുന്നു. ടിപ്പുവിൽ നിന്നും ഏകദേശം 50 യാർഡ് പിന്നിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. രാം ശരണിനെ കാത്താണ് നിൽക്കുന്നത്, ഡാർട്ടുമായി വരുന്ന രാം ശരണിനെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ട്രാക്കിലൂടെ ഒരു ട്രെയിൻ അതിവേഗം കടന്നുപോയത്. അതിൻ്റെ ശബ്ദമോ അതിൻ്റെ വേഗതയോ പോലും ടിപ്പുവിനെ ഭയപ്പെടുത്തിയില്ല. എന്തിനേറെ പറയണം, അവനൊന്ന് ചലിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ ടിപ്പുവിനെ വാച്ച് ചെയ്തുകൊണ്ട് ആ കോളറിംഗ് ടീം അങ്ങനെ നിൽക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ടിപ്പു ഒരിടത്ത് നിശ്ചലനായി അനങ്ങാതെ നിന്നു. അവൻ്റെ ശരീരത്തിൽ മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ക്രിസ്റ്റിക്കും ടീമിനും തോന്നി. പക്ഷേ അത് വെറുമൊരു തെറ്റായ ധാരണയായിരുന്നു. അരമണിക്കൂറിന് ശേഷം വീണ്ടും ടിപ്പു അവിടുന്ന് നടത്ത തുടങ്ങി. ഇപ്പോൾ അവൻ നടന്നു പൊക്കോണ്ടിരിക്കുന്നത് ഒരു വെള്ളക്കെട്ടിൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെളിയും വെള്ളവും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. അതിലേക്ക് ടിപ്പു ഇറങ്ങി നിന്നു. അവൻ്റെ തുമ്പിക്കൈയിൽ നിന്നും വെള്ളം കോരിയെടുത്ത് അവൻ്റെ ശരീരം തണുപ്പിക്കാൻ തുടങ്ങി. AJTക്ക് തങ്ങളുടെ ഡാർട്ടിംഗ് കഴിവിനെ സംശയം തോന്നി. അത് ക്രിസ്റ്റിയോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് രാം ശരൺ അവരുടെ അടുത്തേക്ക് ഡാർട്ടുമായി വന്നത്. അത് വന്ന ഉടനെ തന്നെ തൻ്റെ ഡാർട്ടിംഗ് ഗണ്ണിലേക്ക് അത് ലോഡ് ചെയ്തു. അതിനുശേഷം ടിപ്പുവിന് നേരെ എയിം ചെയ്തു. ഇത്തവണ അവൻ്റെ ഇടതുഭാഗത്തേക്കാണ് വെടി കുതിർത്തത്.
ഡാർട്ട് അവൻ്റെ ശരീരത്തിൽ വന്ന് തറച്ചപ്പോൾ ടിപ്പു വീണ്ടും 3-4 ചുവട് പിന്നിലേക്ക് വെച്ചു. പിന്നെ അല്പസമയം നിന്നിട്ട് അവൻ വീണ്ടും ലൻഡാന കാടുകൾക്കിടയിലേക്ക് നടന്നുപോയി. അപ്പോഴേക്കും രണ്ടാമത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആനയായ അരുന്ധതി എത്തി. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും 2 ആനകൾക്ക് പുറത്തേക്ക് വലിഞ്ഞു കയറി. ഇപ്പോൾ ടീം മുഴുവൻ ഇരിക്കുന്നത് ആനകളുടെ പുറത്താണ്. ഞങ്ങൾ ആനയുടെ പുറത്തിരുന്ന് ടിപ്പുവിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. 25 മിനിറ്റ് കടന്നുപോയി. ടിപ്പു വീഴുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ടിപ്പു വീണ്ടും അവൻ്റെ തീറ്റി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ക്ഷമ നശിച്ചു. ഏജട്ടി ക്രിസ്റ്റിയോട് പറഞ്ഞു, ഈ ഗണ്ണ് നീ പിടിക്കൂ, നീ വെടിവെക്കൂ, എനിക്കിനിയും വയ്യ. ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് ആ ഗണ്ണ് ഏജട്ടി എടുത്തു വെച്ചു. ക്രിസ്റ്റി ആനയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ചെളി പുരണ്ടിരുന്നു. ചെളി പുരണ്ട ശരീരവുമായി അദ്ദേഹം ഡോക്ടർ മാലിക്കിന്റെ അടുത്തേക്ക് നടന്നു. ഏറെ സമയത്തിന് ശേഷം അദ്ദേഹം ഡോക്ടർ മാലിക്കിന്റെ അടുത്ത് ചെന്നു. ഒരു ഡാർട്ട് കൂടി ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഡോക്ടർ മാലിക്കിന്റെ മറുപടി ഇതായിരുന്നു, മതി, ഇന്നത്തേക്ക് ഇത്രയും മതി, ഇനിയും ഞാൻ ഡാർട്ട് ഉണ്ടാക്കി തരില്ല. ഒരു ദിവസം ഇത്രയധികം മരുന്ന് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു ഡോക്ടർ മാലിക്കിന്റെ അഭിപ്രായം. ക്രിസ്റ്റി അതിനോട് യോജിച്ചു. ഇനിയും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ, ക്രിസ്റ്റി ഡോക്ടർ മാലിക്കിനോട് പറഞ്ഞതിന് ശേഷം ആ ടീമിൻ്റെ അരികിലേക്ക് പോയി. ഡോക്ടർ മാലിക് പറഞ്ഞ കാര്യം അവരോടും പറഞ്ഞു. അന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് അവർ തിരികെ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി. അങ്ങനെ അവർ കുളിച്ച് നനച്ച് ഒന്ന് ഫ്രഷായ ശേഷം ചർച്ചകൾക്ക് വേണ്ടിയിരുന്നു. ഈ മരുന്ന് ടിപ്പുവിൽ ഏൽക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാളെ നമുക്ക് ഒന്നുകൂടി അവനിൽ ഡാർട്ട് പ്രയോഗിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ത് ചെയ്യണമെന്ന്. ചർച്ചകൾ മുറുകി. എന്തുകൊണ്ടാണ് ടിപ്പുവിൻ്റെ ശരീരത്ത് ഈ മരുന്ന് വർക്ക് ചെയ്യാത്തതെന്നുള്ള ചർച്ചയിലായിരുന്നു അവർ. എന്നാൽ യാതൊരു ഫലവും കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്ന വിസ്കി അവർ കുടിച്ചു. വീണ്ടും ചർച്ച നടത്തി. ഒന്നിനും ഒരു ഉത്തരം കിട്ടിയില്ല. അതിനിടയിൽ ഡോക്ടർ മാലിക് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ധാർഷ്ട്യക്കാരനായ ആനയെ ഞാൻ വീഴ്ത്തിയിരിക്കും, അവനിൽ കോളർ ധരിപ്പിക്കുകയും ചെയ്യും. ഈ കാര്യം അയാൾ അവിടെ ഊന്നി പറഞ്ഞതിന് ശേഷം അയാൾ തിരികെ മുറിയിലേക്ക് മടങ്ങി. ചർച്ച അവിടെ അവസാനിച്ചു. എല്ലാവരും മുറികളിലേക്ക് മടങ്ങി. അങ്ങനെ അടുത്ത ദിവസം 5 മണിയായപ്പോഴേക്കും എല്ലാവരും ഉണർന്നു. കഴിഞ്ഞ ദിവസം മറ്റേ ഗ്രാമത്തിൽ പോയില്ലായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞ ആ പ്രദീപൂരിലേക്ക്. അവിടെ ചെന്നപ്പോൾ ആളുകളെല്ലാം ഇവരെ വളഞ്ഞില്ലേ? അത് ഒഴിവാക്കുവാൻ വേണ്ടി ഇപ്രാവശ്യം അവർ ആ ഗ്രാമത്തിൽ പോയില്ല. അവിടെ നിന്നും നേരെ പോയത് മുന്നേ പറഞ്ഞ ആ ചായക്കടയിലേക്കാണ്. ആ ചായക്കടയിൽ ഇരുന്നു കൊണ്ടല്ലേ അവർ നേരത്തെ ആ ടിപ്പുവിനെ കണ്ടത്. അങ്ങനെ അവർ ആ ചായക്കടയിലെത്തി. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടിപ്പു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് അവർ കണ്ടു. ഒട്ടും സമയം പാഴാക്കിയില്ല. ഉടനെ തന്നെ വയർലെസ്സിലൂടെ അവർ വിവരം അറിയിച്ചു. എല്ലാ ടീമുകളും ഉടനെ തയ്യാറാകണമെന്നും ഇവിടേക്ക് എത്തണമെന്നുമായിരുന്നു ആവശ്യം. സമയം 7:30 ആയപ്പോഴേക്കും ചായക്കടയിലേക്ക് എല്ലാവരും ഒത്തുകൂടി. ഇത്തവണ കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഡാർട്ടിൻ ടീമിലെ രാം ശരണും മേഘാരാജുവും പ്രേംകാലിയുടെ പുറത്ത് കയറിയിരുന്ന് ടിപ്പുവിനെ പിന്തുടർന്ന് വനത്തിലേക്ക് പോയി. ഡോക്ടർ ഗോയലും ക്രിസ്റ്റി വില്യംസും അരുന്ധതിയുടെ പുറത്ത് കയറി കോളറും മറ്റ് സാമഗ്രികളും കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ പിന്തുടർന്ന് അവരും പോയി. അവർ വനത്തിലൂടെ ഏറെ സമയം ചെലവഴിച്ചു. എന്നിട്ടൊന്നും അവർക്ക് ടിപ്പുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏകദേശം 15-20 മിനിറ്റ് കാട്ടിൽ നടന്നതിന് ശേഷം അവർ ഒരു വിസിൽ കേട്ടു. അത് മോത്തിലാലിന്റെ വിസിൽ ശബ്ദമായിരുന്നു. ടിപ്പുവിനെ കണ്ടെത്തി എന്നതിന്റെ സൂചനയായിരുന്നു അത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് 2 ആനകളും നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും ആനകൾ അവിടെ നിന്നു. ചുറ്റുപാടും അവർ ശ്രദ്ധിച്ചപ്പോൾ ലൻഡാന കാടുകളുടെ മറവിലിരിക്കുന്ന ടിപ്പുവിന്റെ തല അവർ കണ്ടു. അവൻ ഇപ്പോൾ നോക്കുന്നത് പ്രേംകാലിക്ക് നേരെയാണ്. അവനൊരു പക്ഷേ ചിന്തിച്ചിരിക്കുക ഇതായിരിക്കാം, പ്രേംകാലി എന്നും സ്നേഹത്തോടെ ദിവസവും അവൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവന് ഡാർട്ടിങ്ങിനെ കുറിച്ചുള്ള അറിവൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഈ പിടിയാന ദിവസവും വരുമ്പോൾ അവളുടെ പുറത്ത് ആരൊക്കെയോ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരിക്കാം. ക്രിസ്റ്റി വില്യംസ് കുനിഞ്ഞിരുന്ന് അവൻ്റെ പാപ്പാനോട് പറഞ്ഞു, അതായത് അരുന്ധതിയുടെ പാപ്പാനോട്, അരുന്ധതിയെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുവാനും ടിപ്പുവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കുവാനുമായിരുന്നു പറഞ്ഞത്. കാരണം പ്രേംകാലിയുടെ പുറത്തിരിക്കുന്ന ഡാർട്ടിംഗ് ടീമിന് അവരുടെ ജോലി ചെയ്യാൻ അവസരം ലഭിക്കണമായിരുന്നു. ടിപ്പു അവർക്ക് നേരെ തന്നെ നോക്കിയിരുന്നാൽ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയില്ല. കാരണം ടിപ്പു അവരെ ആക്രമിച്ചാലോ എന്ന ഭയം അവർക്ക് കാണും. അരുന്ധതിയെ കൊണ്ട് അവർ പിന്നിലൂടെ നീങ്ങി. ക്രിസ്റ്റി പാപ്പാന്റെ കയ്യിലിരുന്ന വടി വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് വലിച്ചടിച്ചു. വലിയ ശബ്ദമാണ് ഉണ്ടായത്. അത് കേൾക്കുമ്പോൾ
ടിപ്പുവിന്റെ ശ്രദ്ധ ഇവർക്ക് നേരെ തിരിയുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ അവർക്ക് തെറ്റി. ആ ശബ്ദം എവിടെ നിന്ന് കേൾക്കുന്നതാണെന്ന് പോലും ശ്രദ്ധിക്കാൻ ടിപ്പു അവിടേക്ക് നോക്കിയത് പോലുമില്ല. AJT പറഞ്ഞു. പ്രേംകാലിയെ അവിടെ നിന്ന് ഒരു വളവ് തിരിച്ചു മാറ്റാനായിരുന്നു പറഞ്ഞത്. AJTക്ക് ലക്ഷ്യം വെക്കേണ്ടത് ടിപ്പുവിന്റെ തോളിലായിരുന്നു. എന്നാൽ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. പ്രേംകാലി തന്റെ മുന്നിൽ നിന്ന് മറയുവാൻ പോലും ടിപ്പു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പ്രേംകാലി തിരിയുമ്പോഴെല്ലാം അവന്റെ കണ്ണുകളും കാതുകളും എല്ലാം പ്രേംകാലിക്ക് നേരെ തിരിയുന്നു. അതെല്ലാം തട്ടിമാറ്റി പ്രേംകാലി ഒന്ന് വളഞ്ഞു തിരിയാൻ തുടങ്ങിയപ്പോൾ ടിപ്പു അവളുടെ നേരെ തിരിഞ്ഞു. നിന്റെ കണ്ണുകൾ എവിടെയാണോ അവിടെയെല്ലാം എൻ്റെ കണ്ണുകളും എത്തുമെന്ന് പറയുന്നത് പോലെ ടിപ്പു അവൾക്ക് പിന്നാലെ തന്നെ കൂടി. ഈ ഭീമാകാരനായ ആനയുടെ മുന്നിൽ പ്രേംകാലി വളരെ ചെറുതായിരുന്നത് കൊണ്ട് തോളിൽ വെടിവെക്കുവാൻ വ്യക്തമായി ലക്ഷ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പുറത്ത് ക്രിസ്റ്റി വില്യംസ് വീണ്ടും മരത്തിലടിച്ചു. ടിപ്പു ഭായ് ഇങ്ങോട്ട് നോക്കൂ. പക്ഷെ ടിപ്പു ഭായ് നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴായിരിക്കാം ടിപ്പു ഒരു കാര്യം ചിന്തിച്ചത്. ഇവരെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇവരെന്തിനാണ് എൻ്റെ പിന്നിൽ കൂടിയിരിക്കുന്നത്? ടിപ്പു പെട്ടെന്ന് ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ടിപ്പു എപ്പോഴാണോ ഇടുങ്ങിയ വഴിയിലേക്ക് കയറാൻ തിരിഞ്ഞത് അപ്പോൾ AJTക്ക് അതിൻ്റെ തോളിൽ വെടിവെക്കുവാൻ ഒരു അവസരം കിട്ടി. AJT അത് മുതലാക്കുകയും ചെയ്തു. അതിൻ്റെ തോളിലേക്ക് മയക്കുവെടി വെച്ചു. എന്നാൽ അത് കുറ്റിക്കാടുകൾക്കുള്ളിലേക്ക് മറഞ്ഞു. ഡാർട്ടിംഗ് ടീം ക്രിസ്റ്റി വില്യംസിനെയും സംഘത്തെയും വിളിച്ചു. ആംഗ്യം കാണിച്ചു. അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു. കാര്യം നടന്നുവെന്ന് അവർ കൈകൊണ്ട് കാണിച്ചു. ലക്ഷ്യം ശരിയായിരുന്നു. 15 മിനിറ്റിന് ശേഷം പ്രേംകാലിയും അരുന്ധതിയും ചേർന്ന് ടിപ്പുവിനെ കണ്ടെത്തി. കണ്ടെത്തുന്ന സമയവും അവൻ നേരെ നിൽക്കുകയായിരുന്നു. എന്നാൽ അവൻ ആടി ഉലയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ടിപ്പുവിന്റെ ശരീരത്തിൽ ഏറ്റിരിക്കുന്ന ആ മയക്കുവെടി വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് പതിയെ പതിയെ അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയത്. വീണ്ടും കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോൾ ആടി ഉലഞ്ഞ് അവന്റെ പിൻകാലുകൾ മടക്കി നിലത്തിരുന്നു. ക്രിസ്റ്റി പതിയെ പതിയെ അവന്റെ അരികിലേക്ക് നടന്നു. കഴിയുന്നത്രയും അടുത്ത് ചെന്ന് നിന്നു. ടിപ്പുവിനെ നോക്കി. അവന്റെ തുമ്പിക്കൈ അനങ്ങുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവന്റെ തുമ്പിക്കൈ ആടി ഉലഞ്ഞതിന് ശേഷം അതും പൂർണ്ണമായും നിശ്ചലമായി. അവ നിലത്തേക്കിപ്പോൾ പൂർണ്ണമായും കടന്നു കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റി തന്റെ അരിയിൽ കടന്ന ഒരു വടിയെടുത്ത് അവന്റെ പുറത്ത് 2 തട്ട് തട്ടി നോക്കി. അനക്കമൊന്നുമില്ല. ഇപ്പോൾ ടിപ്പു പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലായതോടെ ആനപ്പുറത്തിരുന്ന കോളർ ടീമുകൾ താഴേക്കിറങ്ങി അവരുടെ ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. അവരുടെ ജോലി എന്നത് ആനയ്ക്ക് കോളർ പിടിപ്പിക്കുക എന്നതായിരുന്നുവല്ലോ. അങ്ങനെ മയങ്ങി കിടന്നിരുന്ന ആനയുടെ അളവുകൾ എടുക്കുവാൻ തുടങ്ങി. അവന്റെ അളവെടുത്തപ്പോൾ തോളല് വരെയുള്ള ഉയരം 10.5 അടിയായിരുന്നു. അന്നുവരെ രാജാജി നാഷണൽ പാർക്കിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയരം കൂടിയ ആനയും ടിപ്പു ആയിരുന്നു. ക്രിസ്റ്റിയും സംഘവും ആനയുടെ അളവുകളും മറ്റും എടുത്തുകൊണ്ടിരുന്ന സമയം ഡോക്ടർ ഗോയൽ ടിപ്പുവിന്റെ ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരു ആനയുടെ ശ്വാസചക്രം 1 മിനിറ്റ് വരെയാകാം. കാരണം അവന്റെ നീണ്ട തുമ്പിക്കൈയിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് പോയി ശ്വാസകോശത്തിലെത്തി തിരികെ വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയമാണ് അവിടെ ഒരു സാഹസിക കൃത്യം അരങ്ങേറിയത്. അത് മറ്റാരുമല്ലായിരുന്നു, ജീപ്പിന്റെ ഡ്രൈവറായിരുന്ന ടീമിലുണ്ടായിരുന്ന ഗോവിന്ദായിരുന്നു. ടിപ്പു എന്ന ആനയുടെ അരികിലേക്ക് വരികയും അവന്റെ തുമ്പിക്കൈ എടുത്ത് ഉയർത്തുകയും ചെയ്തു. അപ്പോഴാണ് ശ്വാസം ടിപ്പു പുറത്തേക്ക് വിട്ടത്. എല്ലാ പൊടിയും ഗോവിന്ദന്റെ മുഖത്തേക്ക് വന്നു. ടിപ്പു ഉണർന്നുവെന്ന് ഗോവിന്ദന് തോന്നി. അവൻ തുമ്പിക്കൈ വിട്ട് ആവുന്നത്ര വേഗത്തിലും ഓടി. ആ ഓട്ടത്തിൽ അവന്റെ കാല് വെഴുതി അടുത്തുണ്ടായിരുന്ന ലെൻഡാന കാടുകളിലേക്ക് അവൻ മറിഞ്ഞു വീണു. അവിടെ നിന്നവരെല്ലാം അവനെ കളിയാക്കി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അവിടെ ആകെ ചിരി പടർന്നു. ഏകദേശം 4 വർഷം കൂടി ഗോവിന്ദ് ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നു. ആ 4 വർഷവും ആളുകളെല്ലാം ഗോവിന്ദനെ ഇത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ടിപ്പുവിനെ കോളർ ധരിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങി. ക്രിസ്റ്റിയും രാംശരണും കൂടി അവൻ കടക്കുന്ന കഴുത്തിന്റെ അടിഭാഗം അല്പം കുഴിച്ചു മണ്ണ് താത്തു. ബെൽറ്റ് ഇടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. കാരണം ആനയെ എടുത്തുയർത്തുക എന്നത് പാടുള്ള കാര്യമാണല്ലോ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അവർ ആ കോളർ അവനിൽ ധരിപ്പിച്ചു. ബോൾട്ട് ഇട്ട് മുറുക്കി. അതിനുശേഷം അല്പസമയം ക്രിസ്റ്റിയും സംഘവും അവിടെ വിശ്രമിച്ചു. ആ സമയമാണ് ക്രിസ്റ്റി വില്യംസ് ആദ്യമായി ടിപ്പുവിനെ കണ്ണു നിറയെ കാണുന്നത്. അവൻ സുന്ദരനായ ഒരാനയായിരുന്നു. നല്ല നീളമുള്ള കൊമ്പുകൾക്ക് അധിപൻ. അവന്റെ ഇടത് ടെമ്പർ ഗ്രന്ഥിയിൽ നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം അവന് നല്ല പ്രായമുണ്ടെന്നാണ്. അവന്റെ ഗ്രന്ഥിയിൽ നിന്നും വന്ന ദ്രാവകത്തിന് നല്ല ദുർഗന്ധമുണ്ടായിരുന്നു.
ഈ ദുർഗന്ധം കാരണം അവൻ എവിടെ പോയാലും 10-15 മിനിറ്റ് വരെ അത് വായുവിൽ തങ്ങി നിൽക്കും. ഈ ആന പൂർണ്ണമായും മദപ്പാടിലേക്ക് വരികയായിരുന്നു. സാധാരണഗതിയിൽ എല്ലാ ആനകളും എല്ലാ വർഷവും 2-3 മാസക്കാലം ഇങ്ങനെ മദപ്പാടിലായിരിക്കും. ടിപ്പുവിനെ കോളർ ധരിപ്പിക്കുന്ന ജോലി പൂർത്തിയായപ്പോൾ ഡോക്ടർ ഗോവിന്ദ് അവന് ആന്റിഡോട്ട് നൽകി. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം പ്രേംകലിയുടെയും അരുന്ധതിയുടെയും പുറത്ത് കയറി ടിപ്പുവിനെ നിരീക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നത്ര ദൂരത്തേക്ക് മാറി നിന്നു. പക്ഷേ AJT മാത്രം ആനകളുടെ പുറത്ത് കയറിയില്ല. ടിപ്പു എഴുന്നേൽക്കുന്നത് ചിത്രമെടുക്കുവാൻ വേണ്ടി അയാൾ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടിപ്പു പതുക്കെ എഴുന്നേറ്റ് നിന്നു. പതുക്കെ കാട്ടിലേക്ക് നടന്നുപോയി. അങ്ങനെ കാട്ടിലേക്ക് നടന്നു പോകുന്ന ടിപ്പുവിന്റെ കഴുത്തിൽ ഇപ്പോൾ കോളറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഡാർട്ട് അവന്റെ ശരീരത്തിൽ തറച്ചു കയറ്റിയിരുന്നു എന്ന്. അവൻ മറിയുന്ന കൂട്ടത്തിൽ ഡാർട്ട് അവന്റെ ശരീരത്തോട് ചേർന്ന് ചതഞ്ഞരഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. അവർക്കത് ഊരിയെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും അവരുടെ എല്ലാം മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവരവിടെ നിന്നും മടങ്ങിപ്പോയത് നേരെ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കായിരുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടിപ്പുവിനെ അവർ കോളർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തു. ടിപ്പു ഇപ്പോൾ പൂർണ്ണമായും മദപ്പാടിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അതോടെ അവൻ ആ ഗ്രാമപ്രദേശം ഉപേക്ഷിച്ച് രാജാജി നാഷണൽ പാർക്കിന്റെ അകത്തേക്ക് പോയി. അവനിപ്പോൾ പോകുന്നത് പിടിയാനകളെ തിരക്കിയാണ്. ഗ്രാമത്തിലെ വിളകൾക്കുള്ള നാശനഷ്ടങ്ങൾ പൂർണ്ണമായും നിലച്ചു. കോളർ വഴി ക്രിസ്റ്റിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ടിപ്പു ഇപ്പോൾ ഉള്ളത് ധാരാളം പിടിയാനകൾക്കൊപ്പമാണ്. അതിനർത്ഥം അവർക്ക് അവനെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ടിപ്പു മസ്തെന്ന അവസ്ഥ കാരണമാണ് ആ പ്രദേശം വിട്ടുപോയത്. എന്നാൽ അടുത്തുള്ള ഗ്രാമങ്ങളിൽ ക്രിസ്റ്റി വില്യംസ് ഒരു വീരനായി മാറി. ഈ സാഹിബ് തോക്കുകൊണ്ട് അവനെ വെടിവെച്ച് ഓടിച്ചു എന്നാണ് അവിടുത്തെ നാട്ടുകാർ കരുതിയത്. അതുകൊണ്ട് തന്നെ ഏതൊരാളും അയാളെ കാണുമ്പോൾ സാഹിബ് ചായ കുടിക്കുന്നോ, ചായ കുടിക്കാം എന്നെല്ലാം അവർ ചോദിക്കുമായിരുന്നു. റായിവാലയിലൂടെ അയാൾ ചുറ്റി നടക്കുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾ ക്രിസ്റ്റി വില്യംസിനെ കാണുമ്പോൾ ജയ് വിളിക്കുമായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ക്രിസ്റ്റിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അങ്ങനെ ക്രിസ്റ്റിയും സംഘവും അതുവഴി നടന്നു പോകുമ്പോൾ ക്രിസ്റ്റി രാംശരനോടും ഗോവിന്ദോടും ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇവർ നമ്മളെ നമസ്കരിക്കും. എന്നാൽ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ശൈത്യകാലമാകുമ്പോഴേക്കും ടിപ്പു വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് എത്തും. അപ്പോൾ ഇവർ നമ്മുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കും. 5 ടണ്ണോളം ഭാരം വരുന്ന ഒരു ഭീമാകാരനായ ആനയായിരുന്നു അവൻ. ഇത്രയും വലിയ ആനയായിട്ടും അവൻ ആൾനാശം ഒന്നും വരുത്തിയിരുന്നില്ല. അവൻ ആവശ്യമായ അല്ലെങ്കിൽ അവൻ്റെ വിശപ്പ് മാത്രമായിരുന്നു അവൻ മാറ്റിക്കൊണ്ടിരുന്നത്. ആർക്കും ഒരു ശല്യവും അവൻ ഉണ്ടാക്കിയതുമില്ല. ആരെയും ഭയപ്പെടുത്തിയോ കൊലപ്പെടുത്തുകയോ അവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവാലിക്കിന്റെ മാന്യനായ ടെറർ ഇവൻ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.